Hello? Hello students? ഇപ്പോൾ audible ആണോ? ഇത് ഇവിടെ എങ്ങനെ വെക്കാൻ പറ്റും? Hello? Yes. കുറച്ചുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു എവരിവൺ ഫോർ ജോയിനിങ്. നമ്മൾ കൂടുതൽ ഡിലേ ഇല്ലാതെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഹലോ എവരിവൺ. സോ കുറച്ച് സ്റ്റുഡൻസ് ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അധികം ഡിലേ ഇല്ലാതെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ ഞാൻ സ്റ്റുഡൻസിനോട് പറയാറുള്ള കാര്യം, ഫിസിക്സിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നീറ്റ് എൻട്രൻസ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്സിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം അറൗണ്ട് 50 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാം. സോ 50 ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഫിസിക്സിലുള്ള ചാപ്റ്റേഴ്സ് കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 28 ചാപ്റ്റേഴ്സ് ആണ്. സോ ഓൺ ആൻ ആവറേജ് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റില്ല. ഓൺ ആൻ ആവറേജ് 1.5 ക്വസ്റ്റ്യൻസ് ടു ക്വസ്റ്റ്യൻസ് വരെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചാപ്റ്റർ ആണെങ്കിൽ 1 ക്വസ്റ്റ്യൻ, ഒരു ആവറേജ് സൈസ് ചാപ്റ്റർ ആണെങ്കിൽ 2 ക്വസ്റ്റ്യൻ, അതേസമയം ഒരു വലിയ ചാപ്റ്റർ ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുക. നമുക്കറിയാം വലിയ ചാപ്റ്റേഴ്സ് +1 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, അല്ലെങ്കിൽ വർക്ക് എനർജി പവർ, അതല്ലെങ്കിൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിനൊക്കെ ഒരു 3 ക്വസ്റ്റ്യൻ വരെയാണ് ചോദിക്കാറുള്ളത്. സെക്കൻഡ് ഇയറിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതല്ലെങ്കിൽ റേ ഒപ്റ്റിക്സ്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ഇങ്ങനെയുള്ള വലിയ ചാപ്റ്റേഴ്സിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. അതേസമയം അത്ര വലിയൊരു ചാപ്റ്റർ ഒന്നും അല്ലെങ്കിലും കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് കഴിഞ്ഞ വർഷവും അതിന് മുന്നത്തെ വർഷവും 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. സോ 4 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് വളരെ അപൂർവമായിട്ടേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, കറണ്ട് ഇലക്ട്രിസിറ്റിയുടെ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും കൂടെ രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രത്തോളം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, സോ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ പലർക്കും, ചില സ്റ്റുഡൻസിന്, അതായത് 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് ഉണ്ടാവുക ആ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം. ആ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട്, അല്ലെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാറുണ്ട്. അതേസമയം നേരെ തിരിച്ച് ആ ചാപ്റ്റർ മറ്റേത് ചാപ്റ്റർ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ക്വസ്റ്റ്യൻസ് വളരെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന സ്റ്റുഡൻസും ഉണ്ടാവാറുണ്ട്. ഏതായാലും അതിന് കാരണം കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതിന് അത് പ്രത്യേക സ്കില്ലാണ്. സോ ആ സ്കില്ല് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സിമ്പിൾ ആയിട്ട് മാറും. അതേസമയം നമ്മൾ ആ പ്രോബ്ലം സോൾവിങ്, സർക്യൂട്ട് സോൾവ് ചെയ്യുന്നതിൻ്റെ ലോജിക്കുകൾ മനസ്സിലാക്കാതിരുന്നു കഴിഞ്ഞാൽ കറണ്ട് ഇലക്ട്രിസിറ്റി എല്ലാ കാലത്തും ഒരു പ്രോബ്ലം ആയിട്ട് അവശേഷിക്കും. ഏതായാലും നമ്മൾ ഇന്ന് അടുത്ത ദിവസത്തെ 2 ക്ലാസ്സുകളായിട്ടാണ് കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്റർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു പാർട്ട് 1 നമുക്ക് ഇന്നത്തെ സമയത്തിനകത്ത് എത്രത്തോളം ചെയ്യാൻ പറ്റും നോക്കാം. നമ്മളൊരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് അടുത്ത ദിവസവും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഏതായാലും ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. നൗ ഫസ്റ്റ് വൺ, ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ്സ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. I is charge flowing per unit time. I is equal to Q/T. ഇനി ഇൻസ്റ്റന്റേനിയസ് ആണ് വേണ്ടത് എങ്കിൽ ഇറ്റ്സ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. I is equal to dQ/dt. ഓക്കെ, സോ അതിൻ്റെ യൂണിറ്റ് കൂളോം പെർ സെക്കൻഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷേ നമ്മൾ അതല്ല കൊടുക്കാറുള്ളത്. കൂളോം പെർ സെക്കൻഡിനെ വിളിക്കുന്ന പേരാണ് ആംബിയർ. സ്കാലാർ ക്വാണ്ടിറ്റി ആണ് ഇലക്ട്രിക് കറണ്ട്. അതുപോലെ തന്നെ സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല, സിൻസ് ഇറ്റ്സ് എ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഡയമെൻഷണൽ ഫോർമുല എന്ന് പറയുന്നത് ആംബിയർ, ക്യാപിറ്റൽ A തന്നെയാണ്, അതിൽ കൂടുതലൊന്നുമില്ല. നൗ ഇലക്ട്രിക് കറണ്ട് എന്നതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഓംസ് ലോ. ഒരു കണ്ടക്ടർ, ആ കണ്ടക്ടറിൻ്റെ 2 എൻഡിലായിട്ട് നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് V, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I, ഇത് രണ്ടും പ്രൊപ്പോർഷണൽ ആയിരിക്കും. I proportional to V. The potential difference across a conductor is proportional to V. തിരിച്ചാണ് പറയാറുള്ളത്. Potential difference across a conductor is proportional to I, and the proportionality constant is R, where what is R? R is the electrical resistance. R is the electrical resistance. R ന്റെ യൂണിറ്റ് ഓം എന്നതാണ്, അല്ലെങ്കിൽ വോൾട്ട് പെർ
ആംബിയർ ആണ്. ഓം ആണ് അതിന്റെ യൂണിറ്റ്. നൗ അതൊരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. റെസിസ്റ്റൻസ് ഡിപ്പെൻഡ്സ് ഓൺ ദ മെറ്റീരിയൽ, physical dimensions and temperature. Rho L by A, where rho is the resistivity. Rho എന്ന് പറയുന്നതാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓം മീറ്റർ. ഡയമെൻഷണൽ ഫോമിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നൗ സോ റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ഫോമുലയിൽ നിന്ന് നമ്മൾ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലിനെ വിളിക്കുന്ന പേരാണ് കണ്ടക്ടൻസ് G. അതുകൊണ്ട് തന്നെ ഇപ്പോൾ V ഈക്വൽ ടു IR എന്നുള്ളതിൽ I ഈക്വൽ ടു V ബൈ R എന്ന് എഴുതി കഴിഞ്ഞാൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് I ഈസ് ഈക്വൽ ടു VG. ഓക്കെ, നൗ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടക്ടൻസ് G എന്നതിനെ 1 ബൈ റോ എൽ മുകളിൽ A എന്ന് എഴുതാം. ഇതിൽ 1 ബൈ റോ എന്നതിനെയാണ് സിഗ്മ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, നൗ അത് നമ്മൾ ഈ കാണുന്ന I ഈസ് ഈക്വൽ ടു VG എന്ന ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ I ഈസ് ഈക്വൽ ടു V ഇൻറ്റു സിഗ്മ A ബൈ L. I ഈസ് ഈക്വൽ ടു V ഇൻറ്റു സിഗ്മ A ഡിവൈഡഡ് ബൈ L. നൗ അതിൽ I ബൈ A ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു V ബൈ L. നൗ വാട്ട് ഈസ് I ബൈ A? I by A is the current density known as J is equal to potential difference per unit length. That is V by L. അതാണ് ഇലക്ട്രിക് ഫീൽഡ്. ഇങ്ങനെ ശ്രദ്ധിച്ചേ, ഒരുപാട് ഡിഫറൻറ്റ് ഫോർമുലകളിലേക്ക് ഇതിനെ മാറ്റാൻ പറ്റും. സോ ഓംസ് ലോ I ഈക്വൽ ടു V ബൈ ആർ അല്ലെങ്കിൽ V ഈസ് ഈക്വൽ ടു IR. R റെസിസ്റ്റൻസ് റോ L ബൈ A, അതിന്റെ റെസിപ്രോക്കൽ കണ്ടക്ടൻസ് സിഗ്മ A ബൈ L. ഈ പറയുന്ന റോ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കൽ 1 ബൈ റോ സിഗ്മ, അതാണ് കണ്ടക്ടിവിറ്റി. നൗ അത് തന്നെ തിരിച്ചു മറിച്ചു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം എത്തി നിൽക്കുന്ന ഒരു സിമ്പിൾ ഫോമുലയാണ് J ഈസ് ഈക്വൽ ടു കറണ്ട് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിഗ്മ E. ഓക്കെ, നൗ ഓംസ് ലോന്റെ ഇക്വേഷൻ ആയിട്ട് J ഈസ് ഈക്വൽ ടു സിഗ്മ E എന്ന് പറയുന്ന ഇക്വേഷനും NCERT മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, J ഈസ് ഈക്വൽ ടു സിഗ്മ E. അവിടെ കറണ്ട് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സിഗ്മ ഈസ് ദ കണ്ടക്ടിവിറ്റി. സോ ഇങ്ങനെ ഓംസ് ലോനെ നമുക്ക് ഡിഫറെന്റ് റിലേഷൻസ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. സോ അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ വയർ ഈസ് R ohm. ഇത് 2017 നീറ്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. So the resistance of a wire is R ohm. If it is melted and stretched to n times its original length, its new resistance will be. So ഒരു റെസിസ്റ്റൻസ്, ഒരു വയറിന്റെ റെസിസ്റ്റൻസ് R ആണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് R ഈസ് ഈക്വൽ ടു റോ L ബൈ A. നമ്മൾ അതിനെ മെൽറ്റ് ചെയ്തു, അതിനെ സ്ട്രെച്ച്ഡ് ടു n ടൈംസ്. അപ്പൊ ലെങ്ത് എത്രയായിരുന്നു? ലെങ്ത് L-ഉം ക്രോസ് സെക്ഷൻ ഏരിയ A-യും ആയിരുന്നത് നമ്മൾ n ടൈംസ് ലെങ്ത് ആക്കി മാറ്റി. അപ്പൊ സ്വാഭാവികമായിട്ടും സിൻസ് ദ വോളിയം റിമെയിൻസ് കോൺസ്റ്റന്റ്, നോട്ട്സ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. കുറച്ചൊരു ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് ഈ വീക്കിലുള്ള നോട്ട്സ് എല്ലാം നമ്മൾ അടുത്ത ദിവസം തന്നെ ഷെയർ ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നിങ്ങൾക്ക് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് നോട്ട്സ് അവൈലബിൾ ആകും. സോ നമ്മളിപ്പോൾ ക്ലാസ്സിൽ ചെയ്യുന്ന നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് PDF ആയിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. സോ എനിവേ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ n ടൈംസ് ലെങ്ത് ആക്കി മാറ്റിയെങ്കിൽ വോളിയം പഴയതുപോലെ നിൽക്കണമെങ്കിൽ ക്രോസ് സെക്ഷണൽ ഏരിയ മസ്റ്റ് ബി A ബൈ N. കാരണം ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് വോളിയം, അത് മാറാൻ പാടില്ല. അപ്പൊ ലെങ്ത് n ടൈംസ് ആയെങ്കിൽ വോളിയം പഴയതുപോലെ നിൽക്കണമെങ്കിൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A ബൈ N ആവണം. നൗ അപ്പൊ റെസിസ്റ്റൻസ് എന്താ സംഭവിക്കുക? ഞാൻ അതിനെ പുതിയ റെസിസ്റ്റൻസിനെ റോ ഡാഷ് എന്ന് വിളിച്ചു. ഫോമുല റോ ഇൻറ്റു മെറ്റീരിയൽ മാറുന്നില്ല എങ്കിൽ the resistivity remains the same. Resistivity depends only on temperature and material. So temperature ഉം material ഉം മാറുന്നില്ല എങ്കിൽ resistivity remains the same. But the length has become NL and the cross sectional area has become A by N. So ഇവിടെ ആ N നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ N സ്ക്വയർ റോ L by A എന്ന് കിട്ടും. അതായത് പുതിയ റെസിസ്റ്റൻസ് R ഡാഷ് ഈസ് ഈക്വൽ ടു N സ്ക്വയർ ഇൻറ്റു R. പുതിയ റെസിസ്റ്റൻസ് R dash is equal to N square into R. The correct answer is option C. So Ohm's law ന്റെ ഡയറക്റ്റ് റിലേഷൻസിൽ നിന്ന് അല്ലെങ്കിൽ റെസിസ്റ്റൻസിന്റെ ഡയറക്റ്റ് ഇക്വേഷനിൽ നിങ്ങൾ ഈവൻ ചെറിയ ക്ലാസ്സിൽ റോയൽ ബൈ എന്നുള്ളതൊക്കെ ഹൈസ്കൂൾസിൽ സ്റ്റുഡൻസ് പഠിക്കുന്ന ഫോമുലയാണ്. ആ ഫോമുലേനെ ബേസ് ചെയ്തിട്ടും എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ്. ഓക്കെ, വി ഹാവ് അനദർ ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ടുള്ളത്. ദ ഇലക്ട്രിക് റെസിസ്റ്റൻസ് ഓഫ് എ സർട്ടൻ വയർ of iron is capital R if the length and the radius both are doubled then.
ഓക്കെ, APMT എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ പ്രീ ഡെന്റൽ ടെസ്റ്റ്. നമ്മുടെ നീറ്റിന്റെ പഴയ വേർഷൻ, നീറ്റ് ആയി മാറുന്നതിന്റെ മുന്നേ ഓൾ ഇന്ത്യ മെഡിക്കൽ എൻട്രൻസിനെ വിളിച്ചിരുന്ന പേരായിരുന്നു APMT. 2004 ക്വസ്റ്റ്യൻ ആണ്. The electric resistance of a certain wire of iron is R. Electrical resistance R ആണ്. If its length and radius are both doubled, then നമുക്ക് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത് the resistance will be doubled and the specific resistance will be halved. The resistance will be halved and the specific resistance will remain unchanged. The resistance will be halved and the specific resistance will be doubled. The resistance, okay, so resistance and specific resistance. എന്താണ് ഈ specific resistance എന്ന് പറഞ്ഞാൽ? ഇത് കാണുമ്പോൾ ഞെട്ടണ്ട. Specific resistance എന്നത് എന്താണ്? Specific resistance എന്നത് റെസിസ്റ്റിവിറ്റി തന്നെയാണ്. റെസിസ്റ്റിവിറ്റിയുടെ മറ്റൊരു പേരാണ് സ്പെസിഫിക് റെസിസ്റ്റൻസ്. സോ നമ്മൾ മെറ്റീരിയൽ മാറ്റുന്നില്ലെങ്കിൽ സ്പെസിഫിക് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യില്ല. സ്പെസിഫിക് റെസിസ്റ്റൻസ് റിമെയിൻ അൺചേഞ്ച്ഡ്. അപ്പൊ പിന്നെ നമുക്ക് റെസിസ്റ്റൻസിന്റെ കാര്യം നോക്കാം. റെസിസ്റ്റൻസ് R = ρL/A എന്നതിൽ ഇവിടെ റേഡിയസിലല്ലേ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ നമുക്ക് ρL/πr² എന്നാക്കാം. സോ പുതിയ റെസിസ്റ്റൻസ് റോ ഇൻറ്റു ലെങ്ത്തും റേഡിയസും ഡബിൾ ചെയ്തു. സോ 2L / π × 2R the whole square. ഇവിടെ മുകളിൽ ഒരു 2ഉം താഴെ ഒരു 2² വരുമ്പോൾ ഫൈനലി വി ഹാവ് 1/2 × ρL/πr², which means the new resistance is half of the old resistance. The resistance will be doubled wrong. Resistance will be halved. Okay, the specific resistance will remain unchanged. അതാണ് correct answer. Resistance half ആകും, specific resistance remain unchanged. Okay, so അതാണ് correct answer. Specific resistance എന്ന് പറയുന്ന റെസിസ്റ്റിവിറ്റി മെറ്റീരിയലിനെ ടെമ്പറേച്ചറിനനുസരിച്ച് മാറുള്ളൂ. is independent of physical dimensions. Okay, മിന്നു ആൻസർ പറഞ്ഞിട്ട് correct answer is option B. Very good. Okay, moving on to the next one. അടുത്ത ഒരു ടോപ്പിക് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഓർഡർ തന്നെയാണ് ഞാനിത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആൻഡ് റെസിസ്റ്റിവിറ്റി. നമ്മളൊരു കണ്ടക്ടറിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ അതിലൊരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇലക്ട്രോൺസിന്റെ ആവറേജ് വെലോസിറ്റി ആണ് ആവറേജ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ്. അതിനെയാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് വിളിക്കുക. ദ ഫോർമുല ഈസ് -EE/m × τ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് -EE/m × τ. സ്മോൾ e is the charge of electron. ഹലോ ഹലീമ, ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. ക്വസ്റ്റ്യൻസ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യുക. നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കാം. വി വിൽ ഷെയർ ദിസ് വിത്ത് യു. Capital E is the applied electric field. M is the mass of electron. Tau is the relaxation time. It's the average time duration between two successive collisions. ഒരു ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ ഇലക്ട്രോൺസ് ഇങ്ങനെ തട്ടി അങ്ങനെ മുന്നോട്ട് പോവാം. സോ ഒരു തട്ടലും അടുത്ത തട്ടലും തമ്മിൽ ഇടയിലുള്ള ആവറേജ് ടൈം ഡ്യൂറേഷൻ ബിറ്റ്വീൻ ടു സക്സസീവ് കൊളീഷൻസ്, അതിനെയാണ് നമ്മൾ റിലാക്സേഷൻ ടൈം എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫോർമുല. ഇതിൽ നിന്ന് ഒരുപാട് ഫോർമുലകൾ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കും. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും ഇലക്ട്രിക് കറണ്ടും തമ്മിലുള്ള ഫോർമുല നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് I = NAEVD. ഒരു ചെറിയ കാര്യം പറയാൻ വിട്ടുപോയി. ഈ കാണുന്ന നെഗറ്റീവ് സൈനിന്റെ മീനിങ് എന്താ? ഈ ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫ്രണ്ടിലുള്ള നെഗറ്റീവിന്റെ മീനിങ് എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഫ്രണ്ടിലുള്ള നെഗറ്റീവ് സൈനിന്റെ മീനിങ് എന്താണ്? ഇറ്റ് മീൻസ്, ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾക്ക് ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മുകളിലും അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡിന്റെ മുകളിലും വെക്റ്റർ സൈനുകൾ കാണാം. അതിന്റെ അർത്ഥം ഈ ഇലക്ട്രിക് ഫീൽഡ് വെക്റ്ററിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി ഉണ്ടാവുക. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജ് ആണ്. എനിവേ, കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് NAEVD. എന്താണ് N എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് ദ നമ്പർ ഡെൻസിറ്റി എന്ന് പറയും, ഓർ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം. ഈ കാണുന്ന ഇക്വേഷനിൽ ആ ക്രോസ് സെക്ഷണൽ ഏരിയ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. NE ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് EE/m × τ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ
ടോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാം ഇറ്റ്സ് കറന്റ് ഡെൻസിറ്റി I/A is the current density. ഓക്കെ, ഐഷ മിൻസ പറഞ്ഞിട്ടുണ്ട് ആൻസർ. ആ നെഗറ്റീവ് സൈൻ ആക്ച്വലി ഇൻഡിക്കേറ്റ്സ് ദ ഡയറക്ഷൻ. അത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഓപ്പോസിറ്റിലാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. വെരി ഗുഡ്. സോ ഇതില് ബാക്കിയുള്ള ഏതല്ലാത്ത ഇലക്ട്രിക് ഫീൽഡ് അല്ലാത്തതെല്ലാം നമ്മൾ അങ്ങ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ യു ക്യാൻ കമ്പയർ ദിസ് വിത്ത് ദ ഓൾഡ് ഇക്വേഷൻ J is equal to sigma E. അതുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ NE square tau by M. Sigma is equal to NE square tau by M എന്ന ഇക്വേഷൻ കിട്ടും. അപ്പോൾ അതിന്റെ റെസിപ്രോക്കൽ അല്ലേ റെസിസ്റ്റിവിറ്റി, which is M by NE square tau. ഓക്കെ, ഇവിടെ തന്നെയുള്ള മറ്റൊരു കണ്ടീഷനാണ്, അല്ലെങ്കിൽ മറ്റൊരു ക്വാണ്ടിറ്റി ആണ് മൊബിലിറ്റി. മ്യൂ ഈസ് ഈക്വൽ ടു ഡ്രിഫ്റ്റ് വെലോസിറ്റി പെർ യൂണിറ്റ് ഇലക്ട്രിക് ഫീൽഡ്. മ്യൂ ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. അങ്ങനെ 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 ഒരുപാട് റിലേഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. I ഈസ് ഈക്വൽ ടു NAEVD, J ഈസ് ഈക്വൽ ടു സിഗ്മ ഇയിൽ നിന്ന് സിഗ്മ ഈസ് ഈക്വൽ ടു NE സ്ക്വയർ ടോ ബൈ എം, റോ ഈസ് ഈക്വൽ ടു M ബൈ NE സ്ക്വയർ ടോ, മ്യൂ ഈസ് ഈക്വൽ ടു ഇ ടോ ബൈ എം. അങ്ങനെ അങ്ങനെ നമുക്ക് ഒരുപാട് ഡിഫറെന്റ് റിലേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നൗ ഇതൊക്കെ എന്തിനാ? ഈ ഡിഫറെന്റ് റിലേഷൻസ് ഉണ്ടാക്കിയെടുത്തിട്ട് എന്തിനാ? ഇതിൽ നിന്ന് വൺസ് അഗെയിൻ ഞാൻ പറയുന്ന ശ്രദ്ധിക്കും, ഈ ഫോർമുലാസ് ഒന്നും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം എന്ന് എനിക്ക് നിർബന്ധം, അല്ലെങ്കിൽ ഞാൻ നിർബന്ധം പറയാറില്ല. ബട്ട് യു ഷുഡ് നോ ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഉണ്ടാക്കി കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമുക്ക് അറിയണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും ഫോർമുല ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ നേരത്തെ റെസിസ്റ്റൻസിന്റെ കേസിലും അവിടെ ഫോർമുലകൾ ഒരുപാട് ഫോർമുല ഉണ്ടായിരുന്നു. റെസിസ്റ്റൻസിന്റെ കേസിൽ ഒരുപാട് ഡിഫറെന്റ് ഫോർമുല ഉണ്ടായിരുന്നു. സോ അതൊക്കെ ബൈ ഹാർട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡിറൈവ് ചെയ്തെടുക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞാൽ മതി. സോ എനിവേ, അപ്പൊ ഈ പറയുന്ന ഡ്രിഫ്റ്റ് വെലോസിറ്റി റെസിസ്റ്റിവിറ്റി ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരുപാട് റിലേഷൻസ് ഇപ്പൊ നമ്മൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യും? ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള ഒരു ക്വസ്റ്റ്യൻ നീറ്റ് 2021 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആക്ച്വലി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്ത സമയത്ത് when I tried it എനിക്ക് ചെറിയൊരു അബദ്ധം ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. സോ യു ക്യാൻ ട്രൈ ദിസ്. ആ കാണുന്ന ബേസിക്കലി ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി, ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി, റിലാക്സേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ റിലാക്സേഷൻ ടൈം നമ്മൾ ടോ, ആൻഡ് കറന്റ് ഡെൻസിറ്റി. ഇതിന്റെ ഒക്കെ ഇക്വേഷൻസ് ആണ് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്നത്. സോ ജസ്റ്റ് ട്രൈ ദാറ്റ് ഔട്ട്. ആ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. I'll give you 10 seconds. ആൻസർ ഉണ്ടോ സ്റ്റുഡൻസ്? ഇറ്റ്സ് നോട്ട് ഈസി. അതിലുള്ള ഓപ്ഷൻസ് അത്ര അങ്ങ് ഈസി ഒന്നും അല്ല. സോ എനിവേ ലെറ്റ് സ്റ്റാർട്ട്. ഇതിലിപ്പോ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് നോക്കിക്കോ. ഓരോന്നിന്റെ ഇക്വേഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. ഇത് കണ്ടില്ലേ, ഇ ബൈ എം ഇൻറ്റു ടോ. ഇ ബൈ എം ഇൻറ്റു ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു വെച്ചു ഇ ബൈ എം ഇൻറ്റു ടോ എന്തിൻ്റെയാണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ്. സോ ഡ്രിഫ്റ്റ് വെലോസിറ്റി എവിടെ? ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് എ. സോ എ മാച്ചസ് ടു 3. എ മാച്ചസ് ടു 3 എന്നത് ഓരോ ഓപ്ഷനും നോക്കിയേ, എല്ലാ ഓപ്ഷനിലും അത് തന്നെ. സോ യാ മിന്നു, വെരി ഗുഡ്. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് എല്ലാ ഓപ്ഷനിലും, അതാണ്. സോ അതുകൊണ്ട് നമുക്കൊരു കാര്യമില്ല. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് വേറൊന്ന് എടുക്കാം. NEVD. ഏത്? NEVD. അതെന്തിൻ്റെയാ നോക്കടാ. NEVD എന്ന് പറഞ്ഞത് ഇവിടെയാണ് ആ സ്റ്റെപ്പ് കിടക്കുന്നത്. NEVD എന്ന് പറയുന്നത് I is equal to NAEVD ഇല്ലേ? സോ NEVD ആണിത്. സോ I by A ആണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ്സ് കറന്റ് ഡെൻസിറ്റി. വെരി ഗുഡ്. സോ 2 matches to current density. Where is current density? 2 matches to, sorry, D matches to 2. D matches to 2 ദേ ഈ രണ്ട് ഓപ്ഷനിലുണ്ട്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഒഴിവാക്കാം. ഇനി അതിനെ പറ്റി വറി ചെയ്യണ്ട. അപ്പൊ ഇനി നമുക്ക് എന്ത് കിട്ടിയാൽ മതിയാവും? ബിയോ സിയോ ഏതെങ്കിലും ഒന്നിന്റെ ആൻസർ കിട്ടിയാൽ മതിയാവും. സോ യു ഹാവ് ടു ഫൈൻഡ് ദാറ്റ്. ഓക്കെ, സോ നമുക്ക് എയും ഡിയും മാച്ച് ചെയ്ത് കിട്ടി. റിലാക്സേഷൻ പീരീഡ്, ഈ ഇക്വേഷൻ നോക്കടാ. എം ബൈ എൻ ഇ സ്ക്വയർ റോ. ഓക്കെ, എം ബൈ എൻ ഇ സ്ക്വയർ റോ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എം ബൈ എൻ ഇ സ്ക്വയർ ടോ എന്ന് പറഞ്ഞാൽ അത് റോ ആണ്. ഓക്കെ,
സോ ഈ റോ എന്നതിന് പകരം എം ബൈ എൻ ഇ സ്ക്വയർ ടോ ആണെങ്കിൽ ഇറ്റ്സ് റോ. അപ്പോൾ അത് ഇങ്ങോട്ടും റോ അങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ എം ബൈ എൻ ഇ സ്ക്വയർ എൻ ഇ സ്ക്വയർ റോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി ടോ. സോ ഇത് റിലാക്സേഷൻ പീരീഡ് ആണ്. സോ സി മാച്ചസ് ടു 1. സി മാച്ചസ് ടു 1 എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പോൾ സ്വാഭാവികമായിട്ടും ബി മാച്ചസ് ടു 4 ആയിരിക്കണം. ബി ഇ ബൈ ജെ. ബി ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഓക്കെ, സോ നമുക്കറിയാം ജെ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ ആണ്. സോ ഇ ബൈ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈ സിഗ്മ ഈസ് ഈക്വൽ ടു ഇ ബൈ ജെ. 1 ബൈ സിഗ്മ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, റെസിസ്റ്റിവിറ്റി ആണ്. ഇറ്റ് ഈസ് ഇ ബൈ ജെ. സോ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആണത്. സോ മുഹമ്മദ് ഷബീബ് ചോദിക്കുന്ന അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻസ് ചെയ്യുമോ? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിക്ക് നമ്മൾ എത്തിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം ഓൾറെഡി പറയാം, ഷബീബിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. എൻട്രൻസ് എക്സാമിൽ ടൈം ഒരു വലിയ ഫാക്ടറാണ്. ഓക്കെ, ഒരു അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ യു ഹാവ് ടു യൂസ് കിർച്ചോഫ് റൂൾസ്. കിർച്ചോഫ് റൂൾസ് യൂസ് ചെയ്യാതെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ സാധ്യമല്ല. അല്ലെങ്കിൽ പിന്നെ സ്പെഷ്യൽ അൺബാലൻസ്ഡ് തന്നെ സ്പെഷ്യൽ ഉണ്ട്. ഇപ്പോൾ 1/2 വരുന്നതിന് പകരം 1/2 2/1 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫോമുലകളുണ്ട്. അതല്ലാത്ത ഒരു റാൻഡം അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണെങ്കിൽ ദ ബെസ്റ്റ് തിങ് ദാറ്റ് യു ക്യാൻ ഡു ഈസ് സ്കിപ്പ് ദ ക്വസ്റ്റ്യൻ ആൻഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളതാണ് മോസ്റ്റ് ലോജിക്കൽ ആയിട്ടുള്ള മെത്തേഡ്. കാരണം ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. കിർച്ചോഫ് റൂൾസ് വെച്ച് 3 വേരിയബിൾ 3 ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്ത് കൊണ്ടുവരണം. സോ ഇതുവരെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ക്വസ്റ്റ്യൻസ് ഒരു കിർച്ചോഫ് റൂൾസ് വെച്ച് സോൾവ് ചെയ്യേണ്ടി വരുന്ന ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നീറ്റ് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല. ജെഇക്കൊക്കെ ഉണ്ടാവാം, നീറ്റ് എക്സാമിന് ഉണ്ടാവില്ല. സോ അത് നമുക്ക് മറ്റെന്തെങ്കിലും തരത്തിൽ റെഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സിമ്മട്രി ഉപയോഗിക്കാനോ വേറെ എന്തെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിക്കാനോ ഉണ്ടാകും. അതല്ലാതെ ഒരു പക്ക അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് സോൾവ് ചെയ്യാനുണ്ടാവില്ല. എനിവേ, അത് നമ്മൾ ആ ഭാഗത്ത് എത്തുമ്പോൾ പറയും. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ. ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്താണ്? ഓംസ് ലോ എന്ന് പറഞ്ഞാൽ വി ഇസ് ഈക്വൽ ടു ഐ ആർ. സോ വി ഐ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. നൗ സ്ട്രെയിറ്റ് ലൈൻ അല്ലാത്തൊരു ഗ്രാഫ് വന്നോ ഓംസ് ലോ ഒബേ ചെയ്യില്ല. നൗ അതിന് 3 എക്സാമ്പിൾസ് ആണ് NCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തുള്ളത്. നൗ ഫോർ എ കണ്ടക്ടർ ലൈക്ക് എ കോപ്പർ, ആസ് കറണ്ട് ഇൻക്രീസസ് ടെമ്പറേച്ചർ ഓൾസോ ഇൻക്രീസസ് ആൻഡ് റെസിസ്റ്റൻസ് ചേഞ്ചസ്. അങ്ങനെ വരുമ്പോൾ വി ഐ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് പതുക്കെ ഡീവിയേറ്റ് ചെയ്യും. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോകേണ്ട ഗ്രാഫ് ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യും. കണ്ടക്ടറിന്റെ കേസിലാണ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് നെഗറ്റീവ് പൊളാരിറ്റി റിവേഴ്സ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ദിസ് ഈസ് ഫോർ എ PN ജംഗ്ഷൻ. ഒരു PN ജംഗ്ഷൻ ഡയോഡിൽ വോൾട്ടേജിന്റെ പൊളാരിറ്റി മാറിക്കഴിഞ്ഞാൽ ഫോർവേഡ് ബയസിലുള്ളത് ബിഹേവിയർ അല്ല റിവേഴ്സ് ബയസിൽ. സോ ദാറ്റ് ഈസ് വൺ അതർ തിങ്. ഇത് ഗാലിയം ആഴ്സനൈഡിന്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫാ. നോക്കിയ സ്ട്രെയിറ്റ് ലൈൻ ആണോ? അല്ല. അതിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് വരുന്ന റീജിയൻ എന്ന് വെച്ചാൽ കറണ്ട് IV ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ ആണ്, അഥവാ കണ്ടക്ടൻസ് ആണ്. സോ ഈ കാണുന്നത് പോസിറ്റീവ് സ്ലോപ്പ് ആണെങ്കിൽ പോസിറ്റീവ് റെസിസ്റ്റൻസും പോസിറ്റീവ് കണ്ടക്ടൻസും ആണ്. നെഗറ്റീവ് സ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് കണ്ടക്ടൻസും നെഗറ്റീവ് റെസിസ്റ്റൻസും ആണ്. സോ ഒന്നും നോക്കണ്ട, സ്ട്രെയിറ്റ് ലൈൻ അല്ലേ, ഡസ് നോട്ട് ഫോളോ ഓംസ് ലോ. മൂവിങ് ഓൺ, അതിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് NCERT ഫിഗർ APMT 1997. മേ ബി നിങ്ങളൊന്നും അന്ന് ഉണ്ടാവില്ല. അങ്ങനെ അത്രയും പഴക്കമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ റെലവെന്റ് ആണ്, ചോദിക്കാം. ഫ്രം ദ ഗ്രാഫ് ബിറ്റ്വീൻ കറണ്ട് I ആൻഡ് വോൾട്ടേജ് V ഷോൺ ഇൻ ഫിഗർ ഐഡന്റിഫൈ ദ പോർഷൻ കറസ്പോണ്ടിങ് ടു നെഗറ്റീവ് റെസിസ്റ്റൻസ്. ഇപ്പൊ നമ്മൾ കണ്ട സ്ലോപ്പ് നെഗറ്റീവ് വരുന്ന റീജിയൻ എന്ന് വെച്ചാൽ ഈ റീജിയൻ നോക്കിയാൽ മതി, വിച്ച് ഈസ് നത്തിങ് ബട്ട് CD. ഈ കാണുന്ന റീജിയൻ ആണ് CD. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ B. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അടുത്ത പ്രോപ്പർട്ടി, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, റെസിസ്റ്റൻസ് റോ L ബൈ A ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. മെറ്റീരിയൽ, ഫിസിക്കൽ ഡയമെൻഷൻസ്. ഓക്കെ, നൗ അതിൽ ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ടേം, ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ ആൻഡ് മെറ്റീരിയൽ. Resistivity depends only on temperature and material.
Okay. Temperature and material. Resistivity formula M/N E square tau. അവിടെ നിങ്ങൾക്ക് മാസ് കോൺസ്റ്റന്റ് ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. ഞാൻ മറ്റൊരു സ്ഥലത്ത് എഴുതാം. റോ ഈസ് ഈക്വൽ ടു M/N E square tau. മാസ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ് ആണ്. എന്നാൽ നമ്പർ ഡെൻസിറ്റി ആൻഡ് റിലാക്സേഷൻ ടൈം, ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് മെറ്റീരിയൽ. ഡിഫറെന്റ് മെറ്റീരിയൽസിന് ഡിഫറെന്റ് നമ്പർ ഡെൻസിറ്റി ആണ്, ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ അതുപോലെ തന്നെ ഡിഫറെന്റ് മെറ്റീരിയൽ ഡിഫറെന്റ് റിലാക്സേഷൻ ടൈം ആണ്. ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ നമ്പർ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും ഫോർ സെമി കണ്ടക്ടേഴ്സ്. അതേസമയം ഡിഫറെന്റ് ടെമ്പറേച്ചറിൽ റിലാക്സേഷൻ ടൈമിൽ രണ്ടിലും വ്യത്യാസം വരാം. ഓക്കെ, സോ അതിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഇത് കോപ്പറിന്റെ ഗ്രാഫാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ് ഫോർ കോപ്പർ. ഈ കൊടുത്തിരിക്കുന്ന സെമി കണ്ടക്ടറിന്റെ കേസിലുള്ളതാണ്. സെമി കണ്ടക്ടറിന് ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. അതിനൊരു കാരണമുള്ളത്, റെസിസ്റ്റിവിറ്റി ഈ കാണുന്ന സെമി കണ്ടക്ടറിന്റെ കേസിൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺസ് വാലൻസ് ബാൻഡിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എക്സൈറ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നമ്പർ ഡെൻസിറ്റി ഇൻക്രീസസ്. അതേസമയം റെസിസ്റ്റിവിറ്റി ചെറുതായിട്ട് കുറയുള്ളൂ. അപ്പൊ മൊത്തത്തിൽ നോക്കുമ്പോൾ റെസിസ്റ്റിവിറ്റി ഡിക്രീസസ്. ഇതാണ് സെമി കണ്ടക്ടറിന്റെ അവസ്ഥ. അതേസമയം മെറ്റലിന്റെ കേസിൽ റോ ഈസ് ഈക്വൽ ടു M/N/E square tau എന്നതിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് നമ്പർ ഡെൻസിറ്റിക്ക് കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല, ബട്ട് റിലാക്സേഷൻ ടൈം ഡിക്രീസസ്. ദാറ്റ് മീൻസ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. നൗ ഇതിൽ നിന്ന് സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം അല്ലെങ്കിൽ ഐ തിങ്ക് 2020 നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നതാണ്. ഇവിടെ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റിവിറ്റി നെഗറ്റീവ് ആണ്. ദിസ് ഈസ് നോട്ട് ഓൺലി ഫോർ സെമി കണ്ടക്ടേഴ്സ്, ഫോർ ഇൻസുലേറ്റേഴ്സ് ഓൾസോ. ഇൻസുലേറ്റേഴ്സിന്റെ കേസിൽ പ്രത്യേകം NCERT ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ സെമി കണ്ടക്ടറിന്റെ അതേ ബിഹേവിയർ തന്നെയാണ് ഇൻസുലേറ്ററും. ഇത് സ്പെഷ്യൽ സാധനമാണ്, സ്പെഷ്യൽ മെറ്റൽ അലോയ്സ്. എല്ലാ അലോയ്സും ഇല്ല. അതിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് നിക്രോം, കോൺസ്റ്റന്റൻ ആൻഡ് മാംഗനിൻ. നിക്രോം ഉണ്ട്, കോൺസ്റ്റന്റൻ ഉണ്ട്. നിക്രോം ആണ് നമ്മൾ അയൺ ബോക്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. കോൺസ്റ്റന്റാൻ, മാംഗനിൻ പോലെയുള്ള, മാംഗനിനിൽ മാംഗനീസ് ഒക്കെ മിക്സ് ഉണ്ട്, മറ്റെന്തെല്ലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ പേരുകൾ മാത്രം മതി. സോ നിക്രോം, കോൺസ്റ്റന്റിൻ, മാംഗനിൻ പോലെയുള്ള മെറ്റൽ അലോയ്സിന്റെ കേസിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റിയിൽ കാര്യമായ വ്യത്യാസം ഉണ്ടാവില്ല, വളരെ പതുക്കെ മാത്രമേ ഇൻക്രീസ് ചെയ്യുള്ളൂ. ഓക്കെ, ഇവിടെ നിങ്ങൾ ടെമ്പറേച്ചറിന്റെ റേഞ്ച് നോക്കണം. ഇവിടെ 50 നിന്ന് 100, 150 എത്തുമ്പോഴേക്കും ഒരുപാട് മുകളിൽ എത്തുമ്പോൾ, ഇവിടെ 200 നിന്ന് 600 എത്തുമ്പോഴും ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. സോ അതാണ്, ഇറ്റ്സ് വീക്ക്ലി ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഈ വക ഐറ്റംസ് ആണ്, നിക്രോം, കോൺസ്റ്റന്റിൻ, മാംഗനിൻ പോലെയുള്ള മെറ്റൽ അലോയ്സ് ആണ് നമ്മൾ എന്തിൽ ഉപയോഗിക്കുന്നത്? നമ്മുടെ റിയോസ്റ്റാറ്റ് കണ്ടിട്ടില്ലേടാ ലാബില്, റിയോസ്റ്റാറ്റിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് NCERT ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്. ലെറ്റ്സ് മൂവ് ഓൺ ടു സം ക്വസ്റ്റ്യൻസ്. NEET, I think it's 2022. As temperature increases, electrical resistance. Yeah, idana question nu thonnu, I think. As temperature increases, electrical resistance decreases for both the conductors and semiconductors. As temperature increases, resistance of metals increases, semiconductors decreases, ഇൻസുലേറ്റേഴ്സ്, അതാണ് ഇൻസുലേറ്റർ ആണ് അവിടുത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻറ്റ്. ഇൻസുലേറ്ററിന്റെ കേസിൽ ഇൻസുലേറ്റർ സെമി കണ്ടക്ടറിന്റെ അതേ ബിഹേവിയർ ആണ് കാണിക്കുക. സോ ഡിക്രീസസ് ഫോർ ബോത്ത് കണ്ടക്ടേഴ്സ് റോങ്, increases for conductors but decreases for semiconductors. That is true. Decreases for conductors but increases for semiconductors. No, decreases for conductors wrong. Increases for both conductors and semiconductors. That's also wrong. The right answer is option B. Insulator വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ, നൂർജഹാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് പൊട്ടൻഷ്യോമീറ്റർ എക്സാമിന് ഉണ്ടാവുമോ? പൊട്ടൻഷ്യോമീറ്റർ എക്സാമിന് ഉണ്ടാവില്ല, ബോർഡ് എക്സാമിന് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഏതിനുണ്ടാവില്ല, നീറ്റിനുണ്ടാവില്ല. കാരണം സിലബസ് അപ്ഡേറ്റ് ചെയ്ത് വന്നതിൽ പൊട്ടൻഷ്യോമീറ്റർ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട്. മാത്രമല്ല അത് വ്യക്തമാകുന്ന മറ്റൊരു പോയിന്റ്, പൊട്ടൻഷ്യോമീറ്റർ മറ്റേ എക്സ്പെരിമെന്റൽ സ്കിൽസ് എന്ന് പറയുന്ന അവസാനത്തെ ഒരു ചാപ്റ്റർ ആയിട്ട് സിലബസിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്ക് ലിസ്റ്റിൽ പൊട്ടൻഷ്യോമീറ്റർ എക്സ്പെരിമെന്റിലും ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അവിടെയും ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടാവില്ല. സോ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി.
Next, temperature dependence for metals in the calculate ചെയ്യാനുള്ള ഫോർമുലയാണ് rho is equal to rho 0 into 1 plus alpha delta T. Alpha is the temperature coefficient of resistivity. Rho 0 അല്ലെങ്കിൽ R0 എന്ന് പറയുന്നത് reference resistance or resistivity ആണ്. Is into 1 plus alpha delta T. Delta T is the change in temperature. The resistance of platinum wire at 0 degrees Celsius is 2 ohm and 6.8 ohm at 80 degrees Celsius. The temperature coefficient of resistance of the wire is. So, 2 ohm at 0 degrees Celsius, 6.8 ohm at 80 degrees Celsius. നമുക്ക് എന്ത് ചെയ്താൽ മതി? R is equal to R0 into 1 plus alpha delta T ഫോർമുലയിൽ കൊടുത്താൽ 6.8 is equal to 2 into 1 plus alpha into temperature difference is 80. So this is 3.9 is 1 plus alpha delta T, alpha into 80. Okay. Now it's 2.9 is equal to alpha into 80. Alpha is equal to 2.9 divided by 80. So this can be written as 29 10 power raised to minus 1 10 power raised to minus 2 divided by 8, which is 29 by 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that's sorry I made a calculation mistake. 2.9 അല്ല, it's 3.4. okay, so these are different. Let me work that out again. 6.8 ന് പകുതി എടുത്തു കഴിഞ്ഞാൽ it's 2.4. 3.4 minus 1 is 2.4. Alpha is equal to 2.4 by 80 or 24 by 8 into 10 raised to minus 2, which is 3 into 10 raised to minus 2. 3 into 10 raised to minus 2 per degree Celsius. The right answer is option B. Okay, so വീണ്ടും ഷെഹിലാദി ചോദിക്കുന്നത് ഫിസിക്സിൽ കുറേ ഡിലീറ്റഡ് ടോപ്പിക്സ് ഉണ്ടോ? ഇല്ല, ഫിസിക്സിൽ വളരെ കുറച്ച് ഡിലീറ്റഡ് ടോപ്പിക്സേ ഉള്ളൂ. അതിലൊന്നാണ് പൊട്ടൻഷ്യോമീറ്റർ, മറ്റൊന്നാണ് സൈക്ലോട്രോൺ, അതേപോലെ തന്നെ കാർനോട്ട് എൻജിൻ, അതേപോലെ തന്നെ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്, വേവ്സ് ചാപ്റ്ററിലെ ഡോപ്ലർ എഫക്റ്റ്. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേജിൽ ഞാൻ ആക്ച്വലി ജെയ് മെയിൻ്റെ സിലബസ് കഴിഞ്ഞ വർഷം ഈ വർഷം കൂടെ കമ്പയർ ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫിസിക്സിൽ വളരെ കുറച്ച് ടോപ്പിക്കുകളെ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുള്ളൂ. എർത്ത്സ് മാഗ്നറ്റിസം, അങ്ങനെ ചെറിയ 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 ഒരു 6-7 ടോപ്പിക്സ് ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ഉള്ളൂ. ഫസ്റ്റ് ഇയർ എടുത്തു കഴിഞ്ഞാൽ അതിൽ വേവ്സിലെ ഡോപ്ലർ എഫക്റ്റ് പോയിട്ടുണ്ട്, തെർമോഡൈനാമിക്സിലെ കാർനോട്ട് എൻജിൻ പോയിട്ടുണ്ട്, അതേപോലെ സെക്കൻഡ് ഇയറിലേക്ക് വന്ന പൊട്ടൻഷ്യോമീറ്റർ പോയിട്ടുണ്ട്, പിന്നെ ഫസ്റ്റ് ഇയറിൽ തെർമൽ പ്രോപ്പർട്ടീസിൽ ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് പോയിട്ടുണ്ട്, മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റ്സിൽ സൈക്ലോട്രോൺ പോയിട്ടുണ്ട്, പിന്നെ ട്രാൻസിസ്റ്റർ പോയിട്ടുണ്ട് സെമി കണ്ടക്ടേഴ്സിലെ, അതുപോലെ വേവ് ഒപ്റ്റിക്സിലെ റിസോൾവിംഗ് പവർ, അല്ലെങ്കിൽ അത് ആരും പഠിക്കാത്തൊരു ടോപ്പിക്കാണ്, കുറച്ച് ടഫായിട്ടുള്ള റിസോൾവിംഗ് പവറിന്റെ ടോപ്പിക്ക് പോയിട്ടുണ്ട്. സോ ഇങ്ങനെ ചെറിയ ചെറിയ കുറച്ച് ഒരു 10-ൽ താഴെ ചെറിയ ടോപ്പിക്സുകൾ മാത്രമായിട്ട് ആണ് പോയിട്ടില്ല. അല്ലാതെ കെമിസ്ട്രിയിലൊക്കെ പോയ ചാപ്റ്റർ മുഴുവനായിട്ട് പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ, ചാപ്റ്റർ മുഴുവനായിട്ട് പോയ ഒരു ഭാഗം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ആണ്. അത് കഴിഞ്ഞ വർഷമേ നീറ്റിന് ഓൾറെഡി ഡിലീറ്റഡ് ആയിരുന്നു. ജെഇക്കാണ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഓക്കെ, പെർ ഡിഗ്രി സെൽഷ്യസ്. എനിവേ, മൂവിങ് ഓൺ. നെക്സ്റ്റ് 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പറ. 2020 ഒരു ക്വസ്റ്റ്യൻ ആണ്, ആൻസർ പറ. മിന്നു ആൻസർ പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെന്റ് ദ വേരിയേഷൻ ഓഫ് റെസിസ്റ്റിവിറ്റി വിത്ത് ടെമ്പറേച്ചർ ഫോർ കോപ്പർ. കോപ്പറിന്റെ കേസിൽ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസസ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസസ്. ഓപ്ഷൻ ബി ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, വെരി ഗുഡ്. സോ NCERT ടെക്സ്റ്റ് ഇത് ഞാൻ ഇതിൽ നിന്ന് ഈ പോയിന്റ്സിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നോക്കിയേ, ഈ ഗ്രാഫ് നിങ്ങൾ NCERT തുറന്നു നോക്കി, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറിന് ഇൻക്രീസ് ചെയ്യും, സെമി കണ്ടക്ടറിന് ഡിക്രീസ് ചെയ്യും, മെറ്റൽ അലോയ്സിന് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ഇത് അറിയുന്ന ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നുമില്ല, ജസ്റ്റ് ഫിഗർ ഗ്രാഫ് കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ നീറ്റ് എക്സാമിന് പലപ്പോഴും ഭയങ്കര ഡെപ്തിലുള്ള ഒരു നോളജ് ഒന്നും അല്ല വേണ്ടത്. NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ഭാഗങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തുള്ള പ്രാക്ടീസും ഉണ്ടാവണം. അത് പിന്നെ ഒരു പിന്നെന്തുകൊണ്ടാണ് പലർക്കും കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വളരെ കുറെ കാലമായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകുമ്പോൾ നീറ്റിന്റെ സ്കോറിങ്ങൾ കണ്ടിട്ടില്ലേ, ഭയങ്കര വെരി ഹൈ സ്കോറിംഗ് എക്സാമായി മാറിയിട്ടുണ്ട് നീറ്റ്. മുമ്പ് ഒരു 5 years മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 550 or 560 മാർക്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഇപ്പൊ അതൊരു 620
മാർക്സ് എന്ന് വെച്ചാൽ 5 വർഷം കൊണ്ടൊരു 60-70 അല്ലെങ്കിൽ ഓരോ വർഷം 10-15 മാർക്ക് വെച്ച് ആ കട്ട് ഓഫ് റേഞ്ച് കൂടി വരികയാണ്. സോ മുന്നോട്ടും അത് തന്നെയായിരിക്കും അവസ്ഥ. സോ ഞാൻ പറയുന്ന വീണ്ടും, നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഓക്കെ, നീറ്റ് ക്വാളിഫൈ ചെയ്യുക, സിസ്റ്റമാറ്റിക് ആവുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. അത് എക്സാമിനെ അറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. സോ 2020 അധികം ആയിട്ടില്ല. ആ 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്, ഡയറക്റ്റ് NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. നെക്സ്റ്റ് ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആൻഡ് പവർ. നൗ ഒരു റെസിസ്റ്റർ, ആ റെസിസ്റ്ററിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I, അതിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V. അങ്ങനെയാണെങ്കിൽ പവർ ഈസ് ഈക്വൽ ടു VI, വോൾട്ടേജ് ഇൻറ്റു കറണ്ട്, ഓർ V ഈസ് ഈക്വൽ ടു IR എന്ന ഓംസ് ലോന്റെ ഇക്വേഷൻ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു ഗെറ്റ് I²R V²/R. ഓക്കെ, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ്. നൗ ഹീറ്റ് എനർജി ആണ് വേണ്ടതെങ്കിൽ ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം പവറിനെ, VIT I²RT V²/R ഇൻറ്റു T. ഈ 3 ഇക്വേഷൻസേ ഉള്ളൂ. നൗ ഇതിൽ എനിക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നമുക്ക് I²R അല്ലെങ്കിൽ ഈ പറയുന്ന ഫോർമുല ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന എന്താണ് V, എന്താണ് I, എന്താണ് R? നമ്മുടെ കയ്യിൽ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ റെസിസ്റ്ററിലെ കറണ്ട് ആയിരിക്കണം I. നമ്മുടെ കയ്യിൽ ഒരു റെസിസ്റ്റർ ഉണ്ടെങ്കിൽ ആ റെസിസ്റ്ററിന് അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കണം V. എങ്കിലേ അതിന്റെ പ്രൊഡക്റ്റ്, വോൾട്ടേജ് ഇൻറ്റു കറണ്ടിന്റെ പ്രൊഡക്റ്റ് ആ റെസിസ്റ്ററിലെ പവർ ആവുകയുള്ളൂ. ഏതെങ്കിലും വോൾട്ടേജും ഏതെങ്കിലും കറണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്നല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പവർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എവിടുത്തെ പവർ ആണോ, ഏത് റെസിസ്റ്ററിലെ പവർ ആണോ വേണ്ടത്, അവിടുത്തെ വോൾട്ടേജ് അവിടുത്തെ കറണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫോർമുലയാണ്. ലെറ്റ്സ് ട്രൈ എ ക്വസ്റ്റ്യൻ. 2022 എന്ന് വെച്ചാൽ അധികമായിട്ടില്ല, ഇപ്പൊ 23 കഴിഞ്ഞു, 24 അല്ലേ വരാൻ പോകുന്നു. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം നീറ്റ് 2022 ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ്. 2 resistors of resistances 100 ohm and 200 ohm are connected in parallel in an electrical circuit. The ratio of the thermal energy developed in 100 ohm to that in 200 ohm in a given time is. 2 resistors 100 ohm 200 ohm connected parallel in an electrical circuit. Parallel ആയിട്ടാണ് കണക്ട് ചെയ്തത് എങ്കിൽ ഈ കാണുന്ന 2 റെസിസ്റ്ററിനും കിട്ടുന്ന വോൾട്ടേജ് സെയിം ആയിരിക്കും. ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ലെറ്റ്സ് സേ V. ഇത് 100 ohm, ഇത് 200 ohm. അങ്ങനെയാണെങ്കിൽ രണ്ടിനും ഒരേ വോൾട്ടേജ് ആയിരിക്കും. അതാണ് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. The ratio of the thermal energy developed in 100 ohm to that in 200 ohm in a given time. ഒരേ സമയത്ത് തെർമൽ എനർജിയുടെ റേഷ്യോ H1/H2. It is V²/R. അഥവാ R എന്ന് പറയുന്നത് 100 ohm to 200 അല്ലേ, ഇൻറ്റു ടൈം, V²/100 ഇൻറ്റു ടൈം ഡിവൈഡഡ് ബൈ V²/200 ഇൻറ്റു ടൈം. സോ ഇറ്റ്സ് വെരി സിമ്പിൾ. അവിടെ എന്തെല്ലൊക്കെയോ ക്യാൻസൽ ആയി പോകും, ടൈം ക്യാൻസൽ ആവും, V² ക്യാൻസൽ ആവും. ആ 200 മുകളിൽ വരും, 100 താഴെ വരും. 200/100 വിച്ച് ഈസ് 2:1. സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ആ ഫോർമുല ജസ്റ്റ് അപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, കാർത്തിക്സ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. 2:1 is the right answer. Okay, the right answer is option A. Okay, വേറെ ആൾക്കാർ ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ട്. ആയിഷ മിൻഷ, റൈറ്റ്? ആൻസർ പറഞ്ഞിട്ടുണ്ട്. സോ ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. യു ഗെറ്റ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഓൺ, അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഐ വിൽ ഗിവ് യു 30 seconds. വർക്ക് ഔട്ട് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യും. അഗെയിൻ പവർ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐ വിൽ ഗിവ് യു 30 seconds. മിന്നു ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. Okay, so a filament bulb 500 watt 100 volt is to be used in 230 volt main supply. When a resistance R is connected in series, it works perfectly and the bulb consumes. Okay, 26 എന്നുള്ള ആൻസർ പറഞ്ഞിട്ടുണ്ട് കാർത്തിക്. Okay, let me try. എനിക്ക് അറിഞ്ഞൂടാ, നോക്കിയിട്ട് വേണം. When a resistance R is connected in series, it works perfectly and the bulb consumes 500 watt. The value of R is. Filament bulb in the rated voltage, rated wattage. Sorry, bulb ആണല്ലോ അല്ലേ. So bulb 500 watt 100 volt ആണ്.
126 എന്നുള്ള ആൻസർ കാർത്തികാണ് പറഞ്ഞുള്ളത്. സോ 100 വോൾട്ട് ആണ് അതിന് വേണ്ടത്. നൗ 100 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്താൽ the bulb gives 500 watt power. ഇതാണ് അതിന്റെ ഐഡിയ. എന്നാൽ നമ്മുടെ കയ്യിലുള്ളത് 230 വോൾട്ട് സപ്ലൈ ആണ്. 230 വോൾട്ട് ആണ് നമ്മുടെ കയ്യിലുള്ള സപ്ലൈ എന്ന് പറയുന്നത്. സോ അത് നേരെ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ, ഡയറക്റ്റ് കൊടുത്താൽ ആ ബൾബ് അടിച്ചു പോകും. ബൾബ് അടിച്ചു പോകാൻ 100 വോൾട്ടിൽ കൂടുതൽ വന്നാൽ മതി. അപ്പൊ നമ്മൾ അതിന് സീരീസ് ആയിട്ട് മറ്റൊരു റെസിസ്റ്ററും കൂടെ കണക്ട് ചെയ്തു. നൗ ഇറ്റ് വർക്ക്സ് പെർഫെക്റ്റ്ലി ഫൈൻ. എന്ന് വെച്ചാൽ ഇവിടെ 100 വാട്ടാ, അപ്പൊ ഇത് 130 വോൾട്ട് ആയിരിക്കില്ലേ? ഇത് 130 വോൾട്ട് ആയിരിക്കില്ലേ? കാരണം എന്താ, രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 230 കിട്ടേണ്ടതല്ലേ. ഇനി മറ്റൊന്ന്, ഇവിടെ 100 വോൾട്ടും 500 വാട്ടും ആണെങ്കിൽ കറണ്ട് എത്ര? വോൾട്ടേജ് ഇൻറ്റു കറണ്ട് അല്ലേ പവർ. സോ വാട്ട് ഈസ് ദ കറണ്ട്? I is equal to P by V, which is 500 divided by 100. That means 5 ampere. സോ ആ 5 ആംപിയർ കറണ്ട് ആണ് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്നത്. സീരീസ് ആയതുകൊണ്ട് ഇതും 5 ആംപിയർ ആയിരിക്കണം. സോ അതിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ R is equal to ഇവിടെ നോക്കടാ, 5 ആംപിയർ 130 വോൾട്ട് റെസിസ്റ്റൻസ്. സോ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് V by I, 130 divided by 5, which is 26. വെരി ഗുഡ്. കാർത്തിക് പറഞ്ഞ ആൻസർ വളരെ കറക്റ്റ് ആണ്. 26 ohm. The right answer is option C. ഓക്കെ. സോ once again നോക്കിയേ, നമ്മൾ 230 വോൾട്ട് കൊടുത്തെങ്കിലും ബൾബിന് 100 വോൾട്ടും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 500 വാട്ടും ആണുള്ളത്. സോ മൂവിങ് ഓൺ. അടുത്ത ഒരു ടോപ്പിക്, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. നൗ ഇതൊരു നിങ്ങളിപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഒരു സാധനമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഭാഗം പുതിയ +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. കൂടാതെ പുതിയ NCERT സിലബസ്, നീറ്റിന്റെ സിലബസ് വന്ന സമയത്ത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക് അവിടെ ഉണ്ട്. സോ പേടിക്കണ്ട, ഈ പറയുന്ന ഭാഗം ഒരിക്കലും ഡിലീറ്റ് ആയി പോവില്ല. കാരണം as long as current electricity is there, combination of resistors will be there. എന്തുകൊണ്ട് അത് NCERTയിൽ നിന്ന് ഒഴിവാക്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ ക്ലാസ്സിൽ അഥവാ 9th 10th സ്റ്റാൻഡേർഡിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങൾ ഓൾറെഡി കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. സോ ആ കാരണം കൊണ്ടാണ് പുതിയ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അത് ഒഴിവാക്കിയിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു എന്ന കാരണം കൊണ്ട്. എനിവേ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് സീരീസ് ആണെങ്കിൽ, രണ്ട് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? R effective is equal to R1 plus R2. If we have n resistors, ഒരുപാട് റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ R effective എന്ന് പറഞ്ഞാൽ R1 plus R2 plus etc up to Rn. അല്ലെങ്കിൽ നമ്മൾ സിഗ്മ Ri എന്ന് എഴുതും. എല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. What if we have n identical resistors? Identical resistors ആണെങ്കിൽ R effective is equal to n times capital R. വോൾട്ടേജ് ഡിവിഷൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ രണ്ട് റെസിസ്റ്റേഴ്സ് ഉണ്ട്, സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, R1 R2. മൊത്തത്തിൽ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V ആണെങ്കിൽ, ദ വോൾട്ടേജ് അക്രോസ് ദ ഫസ്റ്റ് വൺ V1 is equal to R1 by R1 plus R2 into V. അതേപോലെ രണ്ടാമത്തതിന്റെ V2 is equal to R2 by R1 plus R2 into V. ഈ രീതിയിൽ ഷഹിലാദി NR ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഈ രീതിയിൽ വോൾട്ടേജിനെ ഡിവൈഡ് ചെയ്യാൻ, അപ്പോൾ റെസിസ്റ്റൻസിന്റെ റേഷ്യോ, ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, റെസിസ്റ്റൻസിന്റെ റേഷ്യോ ഇത് 1 ohm, ഇത് 2 ohm, മൊത്തത്തിൽ 10 വോൾട്ട് ആണെങ്കിൽ ഓരോന്നിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ 10 വോൾട്ടിനെ 3 ഭാഗമാക്കിയിട്ട് അതിൽ 1 ഇവിടെ, 10 വോൾട്ടിനെ 3 ഭാഗമാക്കിയിട്ട് അതിൽ 2 ഇവിടെ. അങ്ങനെ നിങ്ങൾക്ക് വോൾട്ടേജ് വളരെ പെട്ടെന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ അറിയണം. സർക്യൂട്ടിന്റെ കാൽക്കുലേഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. ഓക്കെ. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. സോ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ. ഏത് സീരീസ്. ഇനി പാരലൽ ആണെങ്കിലോ, രണ്ട് റെസിസ്റ്റേഴ്സ് പാരലൽ ആയി കണക്ട് ചെയ്താൽ, R1 R2 പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ R effective is equal to, ഒന്നുകൂടെ പറയൂ. ഓക്കെ ഷഹീദ്, ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞുതരാം. ഒരു രണ്ട് റെസിസ്റ്റേഴ്സ്, ഞാൻ വേറെ നമ്പർ എടുക്കാം, 2 ohm 5 ohm.
ഇവിടെ മൊത്തത്തിലുള്ള വോൾട്ടേജ് മൊത്തത്തിലുള്ള വോൾട്ടേജ് ലെറ്റ്സ് സേ ഒരു 10 വോൾട്ട് ആണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ ആണ് ഞാൻ എഴുതി വെച്ചത് R1 by R1 plus R2. R1 by R1 plus R2 എന്ന് പറഞ്ഞാൽ R1 2 by R1 plus R2 2 plus 5 7 into 10 വോൾട്ട്. അതാണ് ഇവിടെ V1 ആദ്യത്തെ 2 ഓമിന് അക്രോസ്. മറ്റേത് R2 by 5 by R1 plus R2 which is 7 into 10. അതാണ് രണ്ടാമത്തെ വോൾട്ടേജ് V2. ക്ലിയർ ആയിട്ടുണ്ടോ? വോൾട്ടേജ് ഡിവിഷൻ, യെസ്, ക്ലിയർ ആയിട്ടുണ്ടോ? ഇങ്ങനെയാണ് വോൾട്ടേജ് സ്പ്ലിറ്റ് ആവുക. ഓക്കെ, ഒന്നും കൂടെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ യൂട്യൂബിൽ ഇതിന്റെ റെക്കോർഡഡ് വീഡിയോസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, സോ അതൊന്നും കൂടെ കാണാം, നമ്മൾ അത് മനസ്സിലായിക്കോളും. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം ടൈമിന്റെ കൺസ്ട്രെയിൻസ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. സോ എനിവേ R1 R2 by R1 plus R2, അത് n റെസിസ്റ്റേഴ്സ് ഒരുപാടെണ്ണുണ്ടെങ്കിൽ ശരിക്കും ഫോർമുല 1 by R effective is equal to 1 by R1 plus 1 by R2 അങ്ങനെ up to 1 by Rn, അല്ലെങ്കിൽ 1 by R effective is equal to sigma 1 by Ri. n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ R effective is equal to R by n. ഇനി ഷഹീൽ നേരത്തെ കണ്ട വോൾട്ടേജ് ഡിവിഷൻ പോലെ there is something called current division. അതായത് ഒരു 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആയി കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കണക്ട് ചെയ്ത റെസിസ്റ്റേഴ്സ് R1 R2, അതിലേക്ക് വരുന്ന കറണ്ട് ടോട്ടൽ I ആണെങ്കിൽ ദാ ഇവിടെ ഫസ്റ്റ് വണ്ണിലുള്ള കറണ്ട് I1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ടിന്റെ R2 by R1 plus R2 into I. അതായത് ഫസ്റ്റ് റെസിസ്റ്ററിലൂടെ പോകുന്നത് R2 by ആണെങ്കിൽ രണ്ടാമത്തതില് R1 by R1 plus R2 into I ആണ് രണ്ടാമത്തെ കറണ്ട് I2. ഓക്കെ, സോ ഇങ്ങനെയാണ് കറണ്ട് സ്പ്ലിറ്റ് ആവുക. ഒരു എക്സാമ്പിൾ നമുക്ക് ട്രൈ ചെയ്യാം. 2 റെസിസ്റ്റേഴ്സ് പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു 5 ആംപിയർ വരുന്നുണ്ട്. ഇതൊരു 2 ഓം, ഇതൊരു 8 വേണ്ട, ഒരു 9 ഓം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ദാ ഇതിലൂടെ പോകുന്നത് 2 ഓമിലൂടെ പോകുന്നത് 9 by 2 plus 9 11 into 5. ഇവിടെ പോകുന്നത് 2 by 9 plus 2 11 into 5. ഓക്കെ, ഈ രീതിയിലാണ് കറണ്ട് സ്പ്ലിറ്റ് ആവുക. ഓൾ റൈറ്റ്, ഓക്കെ. സോ അപ്പോ വോൾട്ടേജിന്റെയും കറണ്ടിന്റെ സ്പ്ലിറ്റിങ്, എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഒക്കെ ആയാൽ ലെറ്റ്സ് ട്രൈ എ ക്വസ്റ്റ്യൻ. The effective resistance of a parallel connection that consists of 4 wires of equal length, equal area of cross section and same material is 0.25. What will be the effective resistance if they are connected in series? Try. The effective resistance of a parallel connection that consists of 4 wires, equal length, equal area, same material. Connection parallel ആണ് കേട്ടോ. എന്ന് വെച്ചാൽ 4 എണ്ണം, എങ്ങനെയുള്ള 4 എണ്ണം? ഐഡന്റിക്കൽ ആയ 4 എണ്ണം കണക്ട് ചെയ്തപ്പോ എഫക്റ്റീവ് 0.25. ഇപ്പോൾ ഒന്നിൻ്റെത് 6 ആണെങ്കിൽ ഈ 0.25 എന്ന് പറയുന്നത് R/4 അല്ലേ, വിച്ച് മീൻസ് R is equal to 1 ohm. ഇനി അതേ സാധനം വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇഫ് ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്? ഇത് 4 എണ്ണം സീരീസിൽ കണക്ട് ചെയ്താൽ അതിൻ്റെ ആൻസർ എന്താ വരിക? R എഫക്റ്റീവ് 4R അല്ലേ, സോ വിച്ച് ഈസ് 4 into 1, it is 4 ohm. ഓപ്ഷൻ ഓക്കെ. ജസ്ല 6 അല്ല കണ്ടുപിടിക്കേണ്ടത്, പിന്നെയും പിടിച്ചിട്ട് സീരീസ് ആക്കണം, അതും കൂടെ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കണം കേട്ടോ. റൈറ്റ് ആൻസർ ഈസ് 4 ohm. ഓക്കെ മക്കളെ, ഒരു കാര്യം കൂടെ എൻട്രൻസ് എക്സാം നമുക്ക് അറിയുന്നത് മാത്രമല്ല, നമ്മളെ ബേസിക്കലി എലിമിനേറ്റ് ചെയ്യാനാണ് എക്സാം. നിങ്ങളിപ്പോൾ എൻ്റെ വീഡിയോസോ ക്ലാസ്സസോ എവിടെയെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ഇൻസ്റ്റൻറ്റിലും പറയുന്ന വിഷയമാണ്, എക്സാംസ് ആർ കണ്ടക്റ്റഡ്, എൻട്രൻസ് എക്സാംസ് ആർ കണ്ടക്റ്റഡ് ടു എലിമിനേറ്റ് യു. സോ യു ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. വളരെ വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് വരും? നമുക്ക് അറിയാവുന്ന,
നമ്മളെ കെയർലെസ്നെസ് കൊണ്ട് ഫോർ എ സ്പ്ലിറ്റ് സെക്കൻഡ്, ഒരു അര സെക്കൻഡ് സമയത്തേക്ക് നമ്മളൊന്ന് ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ ആൻസർ നമുക്ക് കിട്ടും. അത് ഓപ്ഷനിൽ ഉണ്ടാവും ചെയ്യും. നോക്കിയേ, 1 ohm എന്നുള്ളത് ആൻസറിൽ ഉണ്ടല്ലോ, ഓപ്ഷനിൽ ഉണ്ടാവും ചെയ്യും. നമുക്ക് എന്താ കിട്ടാൻ പോകണം? നമുക്ക് നെഗറ്റീവ് മാർക്ക് കിട്ടാൻ പോകുന്നത്. ഇത് അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണോ? അല്ല. സോ അറിയുന്ന ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും നിങ്ങൾക്ക് കെയർലെസ് ആയതുകൊണ്ട് മിസ്റ്റേക്ക് വരാൻ പാടില്ല. യു ഹാവ് ടു ബി എക്സ്ട്രീംലി കെയർഫുൾ. മൂവിങ് ഓൺ. മറ്റൊരു ക്വസ്റ്റ്യൻ ട്രൈ. ഓക്കെ സോറി, ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് തരാം. ക്വസ്റ്റ്യൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കാർത്തിക് ഇപ്പൊ കാണാലോ, ട്രൈ. Three resistors having resistances R1, R2, R3 are connected as shown in the given circuit. The ratio of I3 by I1 മേലേക്കാ ഫുള്ള് കിട്ടുന്നില്ല. ഓക്കെ ഇപ്പൊ കിട്ടുന്നില്ലേ? ഇപ്പൊ ഉണ്ടല്ലോ. Are connected as shown in the given circuit. The ratio I3 by I1 of currents in terms of resistances used in the circuit is. സോ നമ്മളോട് ചോദിക്കുന്നത് I3 by I1 ആണ്. നോക്കിയേ, ഇതെന്താ വിഷയം? നമ്മൾ നേരത്തെ പറഞ്ഞ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതല്ലേ, വരുന്ന കറണ്ട് I1. അപ്പൊ I3 എന്ന് പറഞ്ഞാൽ ശരിക്കും എത്ര ഉണ്ടാവും? I3 എന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ കേസിൽ ഈ റെസിസ്റ്റൻസ് അല്ല, R2 by R2 plus R3 into I1. ഓക്കെ, ഓപ്ഷൻ ബി എന്ന് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ I3, ആ I1 ഇങ്ങോട്ട് എടുത്താൽ I3 by I1 is equal to R2 by R2 plus R3. ഓക്കെ, 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ R2 by R2 plus R3, the right answer is option B. ജസ്റ്റ് വീണ്ടും തെറ്റിച്ചു കേട്ടാ. കറണ്ടിന്റെ കേസിൽ ഇറ്റ്സ് ഡിഫറെന്റ്. കറണ്ടിന്റെ കേസിൽ അത് ഡിഫറെന്റ് ആണ്. വോൾട്ടേജിന്റെ കേസിൽ നോക്ക്, V1ന്റെ കൂടെ ഉള്ളത് R1 ആണെങ്കിൽ, V2ന്റെ കൂടെ ഉള്ളത് R2 ആണെങ്കിൽ, കറണ്ടിന്റെ കേസിൽ നോക്ക്, കറണ്ടിന്റെ കേസിൽ I1ന്റെ കൂടെ ഉള്ളത് R2ഉം അതേപോലെ I2ന്റെ കൂടെ ഉള്ളത് R1ഉം ആണ്. സോ കറണ്ടിന്റെ കേസിൽ ഓർഡർ ഡിഫറെന്റ് ആണ്. ഓക്കെ, ബിക്കോസ് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിൽ കൂടെ കറണ്ട് കുറയും, അതാ സംഭവിക്കുക. ഓക്കെ, സോ ബി കെയർഫുൾ അഗെയിൻ. സോ നോക്കിയേ, നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇത് 2021 ക്വസ്റ്റ്യൻ ആണ്. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ 2021 ക്വസ്റ്റ്യൻ ആണ്. ഇത് 2021 ക്വസ്റ്റ്യൻ ആണ്. നോക്കിയാൽ ഞാൻ പറഞ്ഞു, ഓരോ വർഷവും 4 ക്വസ്റ്റ്യൻ വരെ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓരോ ടോപ്പിക്കിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ സോൾവ് ചെയ്ത് പോവാന്ന് മാത്രം. ഓക്കെ, സോ സർക്യൂട്ട് സോൾവിങ്ങിന്റെ 2020 ക്വസ്റ്റ്യൻ ആണ്. സർക്യൂട്ട് സോൾവിങ്ങിന്റെ ട്രൈ. The equivalent resistance between A and B for the mesh shown in figure. എയും ബിയും തമ്മിലുള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ക്വസ്റ്റ്യൻ. അതിൽ സീരീസ് ഏതാ, പാരലൽ ഏതാ എന്ന് ഐഡന്റിഫൈ ചെയ്യുക, എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. നിഹാൽ ആൻസർ ബി എന്ന് പറഞ്ഞത് ഇപ്പൊ പറഞ്ഞാണോ ഇതിന്റെ മുന്നേ പറഞ്ഞാണോ? കാർത്തിക് ആൻസർ പറഞ്ഞിട്ടുണ്ട് 16. ഓക്കെ, വെരി ഗുഡ്. ഈ കാണുന്ന 4ഉം 8ഉം ആണ് സീരീസ്. ഓപ്ഷൻ ബി ജസ്ല. ഓക്കെ, വെരി ഗുഡ്, ആൻസർ കറക്റ്റ് ആണ് കേട്ടാ. ഓക്കെ, സോ 4ഉം 8ഉം ആണ് സീരീസ്, വിച്ച് ഈസ് 12. ആ 12ഉം 6ഉം പാരലൽ ആണ്. സോ ഞാൻ ഇതിനെ
ഒരു എഴുതാറുള്ള രീതി മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും. എഴുതാറുള്ള രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4ഉം 8ഉം സീരീസ് 4+8, അതിന് പാരലൽ ആയിട്ട് 6, അതിന് സീരീസ് ആയിട്ട് ഇപ്പുറത്തൊരു 8ഉം ഇപ്പുറം ഒരു 4ഉം. ഓക്കെ, ഇതിൻ്റെതായ രീതിയൊന്നുമല്ല. ഡി സി പാണ്ഡെയുടെ ബുക്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡി സി പാണ്ഡെ പാരലൽ എന്നത് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ മൊത്തം സംഭവങ്ങളും ഇവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് ഇനി ഇത് സോൾവ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, സോ 8 to 6 12, 6 പാരലല്, പിന്നെ ഈ കാണുന്ന 4ഉം 8ഉം നമുക്ക് ആരെയും കാത്തിക്കണ്ട, അത് രണ്ടും കൂടെ അങ്ങ് ആഡ് ചെയ്യാം. സോ 12 പ്ലസ് 12ഉം 6ഉം പാരലൽ ആയി കഴിഞ്ഞാൽ 12 into 6 by 12 plus 6. Okay, so it's 12 plus 72 by 18, which is 4. 12 plus 4, the answer is 16 ohm. The right answer is option B. Okay, ഒരുപാട് പേര് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു സർക്യൂട്ട് സോൾവിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ APMT 2008 കുറച്ചൊരു ഓൾഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ റെലവെന്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ ഡയറക്റ്റ് റിലേഷൻ ഉള്ള അല്ലെങ്കിൽ സർക്യൂട്ട് സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പവർ ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. എ കറന്റ് ഓഫ് 3 ആംപിയർ flows through 2 ohm resistor shown in the circuit. Current of 3 ampere flows through 2 ohm resistor shown in the circuit. Power dissipated in the 5 ohm resistor is. So your time നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. കറന്റ് ഓഫ് 3 ആംപിയർ, ഓക്കെ, കാർത്തിക് പറഞ്ഞിട്ട് 5 വാട്ട്സ് എന്ന്. ലെറ്റ്സ് സീ 3 ആംപിയർ ഫ്ലോസ് ത്രൂ 2 ഓം റെസിസ്റ്റർ. ഇത് 3 ആംപിയർ ഷോൺ ഇൻ ദ സർക്യൂട്ട്. ദ പവർ ഡിസിപ്പേറ്റഡ് ഇൻ 5 ഓം. ഓക്കെ, ഇത് 3 ആംപിയർ ആണെങ്കിൽ ഇവിടത്തെ വോൾട്ടേജ് 3 into 2 6 വോൾട്ട്. അത് തന്നെയാണ് ഇവിടെയും വരിക 6 വോൾട്ട്. കാരണം ഇതെല്ലാം ഒരേ രണ്ട് ടെർമിനൽസിൽ പാരലലായി കണക്ട് ചെയ്താണ്. 6 വോൾട്ടും 1 ഓമും 5 ഓമും വന്നു കഴിഞ്ഞാൽ which means the current here is 1 ampere. അവിടുത്തെ കറണ്ട് 1 ആംപിയർ ആണ്. 6 വോൾട്ട് ഡിവൈഡഡ് ബൈ 6 ഓം 1 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 1 ആംപിയർ അല്ലേ? അപ്പൊ നമ്മുടെ 5 ഓം റെസിസ്റ്റർ എടുത്താൽ 5 ഓം റെസിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിലൂടെ 1 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ വാട്ട് ഈസ് ദ പവർ? പവർ I²R ആണ്. എന്ന് വെച്ചാൽ 1 സ്ക്വയർ ഇൻറ്റു 5 വിച്ച് ഈസ് 5 വാട്ട്സ്. കാർത്തിക് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, 5 വാട്ട്സ്. ഓക്കെ, ഈ ചോദ്യത്തിന് ബാക്കിയുള്ളവരാരും ആൻസർ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പറ്റി? കാർത്തികിന്റെ ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. ബാക്കിയുള്ളവർക്ക് എന്ത് പറ്റി? ക്വസ്റ്റ്യൻ മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? ഇനി ഞാനൊരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ ഇപ്പം ഞാൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിൽ ഉപയോഗപ്പെടുത്തിയ ഇക്വേഷൻസ് നിങ്ങൾ ഏതൊക്കെയൊന്ന് നോക്കിയേ. ആദ്യം 3 ആംപിയർ കറണ്ടും റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഉപയോഗിച്ച ഇക്വേഷൻ മറ്റേതുമല്ല, അത് V = IR, ഓംസ് ലോന്റെ ഇക്വേഷനാണ്. അതേ വോൾട്ടേജ് ആണ് ഇവിടെ താഴെ 6 വോൾട്ട് ആണ് 1 ഓമിനും 5 ഓമിനും അക്രോസ് എന്ന് മനസ്സിലാക്കിയത് പാരലൽ കോമ്പിനേഷന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ്. അതിൽ ഇക്വേഷൻസ് ഒന്നുമില്ല. അവിടെ വീണ്ടും കറണ്ട് 1 ആംപിയർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഞാൻ ഉപയോഗിച്ചത് I = V/R. അങ്ങനെ I = V/R കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉപയോഗിച്ചത് പവർ = I²R. ഓക്കെ, നമ്മൾ ശ്രദ്ധിച്ചേ, അവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മുടെ ഡയറക്റ്റ് ഫോർമുലകളാണ്. ബേസിക്കലി ഓംസ് ലോ തന്നെ തിരിച്ചും മറിച്ചും I = V/R, V = IR, R = V/I. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ പ്രോബ്ലം സോൾവിങ് എല്ലാം അങ്ങനെയാണ്. നൗ ശ്രദ്ധിച്ചേ, ഇതിന് എളുപ്പ വഴികളില്ല. എളുപ്പമാവൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ബി ഫാസ്റ്റ്. അങ്ങനെയാണ് നമുക്കത് എളുപ്പമായിട്ട് മാറുക, അല്ലാതെ വേറെ വഴികളില്ല. മൂവിങ് ഓൺ. നൗ സർക്യൂട്ട് സോൾവിങ്ങിൽ ഇനി ക്വസ്റ്റ്യൻസ് ഫിഗർ ആയിട്ടില്ല. ഞാൻ എൻ്റെ വകയായിട്ട് കുറച്ച് ഫിഗറുകൾ നിങ്ങൾക്ക് തരാം. ലാഡർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന കോണി പോലത്തെ സാധനം ഉണ്ടാവും. നൗ ദാ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇതിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും.
So 1 ohm, 2 ohm, 3 ohm. Either 3, 3, 3, 1, 1, 1, 3, 3, 3. എല്ലാം 1 ohm, 2 ohm, 3 ohm. ഐ മീൻ ഇവിടെ മാത്രം ഒരു 2 ohm ഉണ്ട്. ബാക്കിയുള്ള എല്ലാം ദാ ഇങ്ങനെയുള്ള ഈ പറയുന്ന റെസിസ്റ്റൻസ് വാല്യൂസ് ആണ്. ഷഹൽ അഹമ്മദ് ചോദിക്കുന്നത് ഹായ് തരാമോ? ഓഹോ ഹായ് ഹായ്. ക്ലാസ് ശ്രദ്ധിക്കുന്നുണ്ടാ? ഓക്കെ, സർക്യൂട്ട് നിങ്ങൾക്ക് കാണാം. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇതാ ഈ കാണുന്ന ടെർമിനൽസ് എ ബി. ടെർമിനൽ എ ബിക്ക് അക്രോസ് ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പെട്ടെന്ന് ആൻസർ പറയൂ. പെട്ടെന്ന് ആൻസർ പറയൂ. ഓക്കെ, അസ്മ ബി മുസ്തഫ ആൻസർ പറഞ്ഞിട്ടുണ്ട് 6 ohm. ഓക്കെ, മേ ബി ആയിരിക്കാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ സാധാരണ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആൻസർ പറയാൻ പറ്റുള്ളൂ. എനിവേ ഐ തിങ്ക് ഇറ്റ് ഈസ് 6 ohm. ഇതെങ്ങനെയാ വർക്കൗട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുടങ്ങാൻ അവിടെയാണ് പ്രശ്നം. ഈ കാണുന്ന 1 ohmഉം 1 ohmഉം നമുക്ക് സീരീസ് ആണെന്ന് എടുക്കാൻ പറ്റില്ല, കാരണം ദർ ഈസ് എ ബ്രാഞ്ച് ദർ. അപ്പോൾ അതൊക്കെ. ഇനി അതല്ല, നമ്മൾ ഈ കാണുന്ന 1 ohmഉം 3 ohmഉം എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതും സീരീസ് അല്ല. അപ്പോൾ ഇവിടെ സീരീസോ പാരലലോ ആയിട്ട് വരുന്ന ഒരു സ്ഥലമെങ്കിലും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യണം. അത് മറ്റെവിടെയോ അല്ലാതായി ഈ അവസാനത്താണ്. ഈ അവസാനം 1, 2, 3 അത് സീരീസ് ആണ്. അപ്പൊ അതിന്റെ എഫക്റ്റീവ് എന്ത് വരും? അതിന്റെ എഫക്റ്റീവ് 6 ohm എന്ന് വരും. ഓക്കെ, അതിന്റെ എഫക്റ്റീവ് 6 ohm എന്ന് വരും. Now ആ കാണുന്ന 6 ohm ആക്ച്വലി ആ 6 ohm ആക്ച്വലി നമ്മുടെ 3 ohmന് പാരലൽ ആണ്. സോ 6ഉം 3ഉം എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 6 into 3 by 6 plus 3 which is 18 by 9, 2. സോ ഇതിന്റെ എഫക്റ്റീവ് ഇതിന്റെ എഫക്റ്റീവ് 2 ആണ്. ആ കാണുന്ന 1ഉം പിന്നെ ഇതാ ഇതിന്റെ എഫക്റ്റീവ് 2ഉം പിന്നെ ഈ 3യും കൂടെ വീണ്ടും 6 വരും. ഓക്കെ, നൗ ആ കാണുന്ന 6ഉം 3യും പാരലൽ എഫക്റ്റീവ് 2 വരും. 1ഉം പിന്നെ 2ഉം 3യും കൂടെ എഫക്റ്റീവ് 6 വരും. ആ 6ഉം 3യും കൂടെ 2 വരും. ഫൈനലി 1, 2, 3 ദ എഫക്റ്റീവ് ഈസ് 6 ohm. സോ ലാഡർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ച് പോകാവുന്ന, അതുപോലെ തന്നെ തിരിച്ച് മടക്കി വെക്കാവുന്ന കോണികളുണ്ട്. അതിനാണ് ലാഡർ എന്ന് പറയുന്നത്. സോ ആ ഒരു അർത്ഥത്തിലാണ് പഴയ റേഡിയോയുടെ ആന്റിനൊക്കെ നമ്മളിങ്ങനെ നീട്ടി കൊണ്ടുപോകാവുന്ന തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ അങ്ങനെയുള്ള നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ് അതിനെ ലാഡർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നത്. അറ്റത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. നൗ നിങ്ങൾക്കുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ലാഡർ നെറ്റ്വർക്കിന്റെ ഞാൻ അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വാട്ട് ഇഫ് ദ ലാഡർ നെറ്റ്വർക്ക് ഈസ് ഇൻഫൈനൈറ്റ്? ഇങ്ങനെയുള്ള ഇൻഫൈനൈറ്റ്ലി ലോങ് ആയിട്ടുള്ള ലാഡർ നെറ്റ്വർക്ക് ആണെങ്കിലോ? നേരത്തെ പോലെ താഴെ റെസിസ്റ്റൻസ് ഇല്ല. വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. ഇറ്റ് ഗോസ് ടു ഇൻഫിനിറ്റി. വാല്യൂസ് ഞാൻ തരാം. 2, 3, 2, 3, 2, 3, 2, 3. ഇൻഫിനിറ്റ് ലാഡേഴ്സ്. കാർത്തികിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഫിനിറ്റ് ലാഡർ ഉണ്ടെങ്കിലോ? ഇതാണ് ഇൻഫിനിറ്റ് ലാഡർ. ട്രൈ. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കും? സോ
ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മാർഗം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ഡിഫറെന്റ് ആവുന്നത് എങ്ങനെയാണ്? നേരത്തെ ലാഡർ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അവസാനത്ത് നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ കൊണ്ടുവരിക ചെയ്യുക. ഇതിന് അവസാനം ഇല്ല എന്നുള്ളതാ പ്രശ്നം. സോ ഇവിടെ ചെയ്യാവുന്ന കാര്യം, നിങ്ങൾ പോളിമേഴ്സ് പഠിച്ചിട്ടില്ലേ? പോളിമർ, മോണോമർ എന്നൊക്കെ പറയൂലേ? അതുപോലെയാണ് ഇതിന്റെ കാര്യം. ഈ 2, 3 എന്ന് പറയുന്ന കോമ്പിനേഷൻ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നൗ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ അതിൽ നിന്ന് ഒരു പീസ് നമ്മൾ എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാലും അതിന്റെ എഫക്റ്റീവ് വാല്യൂവിന് യാതൊരു വ്യത്യാസവും വരാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്യാവുന്ന കാര്യം, ഈ കാണുന്നതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് നമ്മൾ 6 ആണെന്ന് വിചാരിക്കുന്നു. എ ബിക്ക് അക്രോസ് ഉള്ളതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 6 ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന 2ഉം 3ഉം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് 2, 3 ഡിസ്കണക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇവിടുന്ന് അങ്ങോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫക്റ്റീവ്, ഒരു പീസ് അതിൽ നിന്ന് ഒഴിവാക്കി എന്നതുകൊണ്ട് എഫക്റ്റീവിൽ വ്യത്യാസം വരാൻ പാടില്ല. ഇതിന്റെ എഫക്റ്റീവ് 6 ആയിരിക്കണം. നൗ യു ക്യാൻ കണക്ട് ദാറ്റ് ടു ദിസ് വൺ. എ ബി ടെർമിനലിലുള്ള അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പൊ സർക്യൂട്ട് ഇതാ ഇങ്ങനെയായിട്ട് മാറും. ഇത് 2, 3 ആൻഡ് ഇത് 6. ഇതിന്റെ എഫക്റ്റീവ് വീണ്ടും എഫക്റ്റീവ് 6 ആണ്. സോ അപ്പൊ നമുക്കറിയാം 3ഉം 6ഉം പാരലൽ ആയി, വിച്ച് ഈസ് 3R/3 + R. കൂടെ സീരീസ് ആയിട്ടൊരു 2ഉം കൂടെ ചേർത്താൽ വീണ്ടും 6 ആണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഇക്വേഷനിൽ ഒരു ബ്ലാങ്ക് പേജ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ ഈ കാണുന്ന ഇക്വേഷനിൽ R is equal to 2 plus 3R/3 plus R എന്നത് മൊത്തത്തിൽ 3 plus R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ R into 3 plus R, 2 into 3 plus R plus 3R. ഇത് സിംപ്ലിഫൈ ചെയ്താൽ 3R plus R square, 6 plus 2R plus 3R. എല്ലാം ഒരു സൈഡിൽ എടുത്താൽ R square 3R കട്ട് ചെയ്യുക, -2R -6 equal to 0. ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. R is equal to 2 plus or minus root B square, which is 4 minus plus 24 divided by 2. So this is 2 plus 2 root 7 divided by 2. R is equal to 1 plus root 7. ഇത് എല്ലായ്പ്പോഴും ഇങ്ങനെയുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്കാണ് എത്തുക. സോ ഞാൻ പറയുന്നത്, ഇൻഫിനിറ്റ് ലാഡർ നെറ്റ്വർക്ക് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതിൽ നിന്ന് ഒരു സെഗ്മെന്റ് മാറ്റി വെച്ചിട്ട് റിമൈനിങ്, അതായത് ടോട്ടലിന്റെ എഫക്റ്റീവ് 6 ആണെന്നും ഒരു പീസ് ഒഴിവാക്കി കഴിഞ്ഞാലും എഫക്റ്റീവ് 6 ആണെന്നും അസ്യൂം ചെയ്ത് അത് ഇതിലേക്ക് കണക്ട് ചെയ്ത് ഇതുപോലുള്ളൊരു ചെറിയ സർക്യൂട്ടാക്കി മാറ്റുക. അങ്ങനെ ചെറിയ സർക്യൂട്ടാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. അവിടെ നിന്ന് യൂഷ്വലി ഇറ്റ് ഗോസ് ടു എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് പോകും. അവിടെ നിങ്ങൾക്ക് സോൾവ് ചെയ്തെടുക്കാം. അതിൽ തന്നെ പോസിറ്റീവ് മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വാല്യൂ നെഗറ്റീവ് വരും. ഓക്കെ, സോ കാർത്തികിന്റെ ചോദ്യത്തിന് ഉത്തരം ഇൻഫിനിറ്റ് ലാഡർ ആണെങ്കിൽ ഇങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, ഈസ് ദാറ്റ് ക്ലിയർ? സോ സർക്യൂട്ട് സോൾവിങ്ങിന്റെ മറ്റൊരു ടൈപ്പ് സാധനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ്സസ് ഇവിടെ അവസാനിപ്പിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട് ഞാൻ തരാം. ഇറ്റ്സ് 1 ohm, 2 ohm, 3 ohm and 4 ohm. ഓക്കെ, നൗ ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. നിങ്ങൾ ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പറഞ്ഞോളൂ. യു ക്യാൻ ടേക്ക് യുവർ ടൈം. ഇതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്ര? വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ നമ്പേഴ്സ് ആണ് ഞാൻ തന്നിട്ടുള്ളത്. സോ വാട്ട് ഈസ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്? മുകളിലുള്ള 1 ohm 2 ohm സീരീസ് ആണ്, താഴെയുള്ള 3 ohm 4 ohm സീരീസ് ആണ്. അപ്പോൾ മുകളിൽ 3, താഴെ 7, 3 into 7 by 3 plus 7, and the answer is, കാർത്തികിന്റെ ആൻസർ വന്നിട്ടുണ്ട്. ഇറ്റ്സ് 2.1 ohm. 21/10 എന്നാണ് വരിക. ബാക്കിയുള്ളവർക്ക് ആൻസർ കിട്ടിയില്ലേ? യെസ്, ജസ്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ 2.1.
നോ പ്രോബ്ലം. ഞാൻ ആ സർക്യൂട്ടിനെ ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്യുന്നു. വൺ ഓം, 2 ohm, 3 ohm, 4 ohm. Now there is a connection here. ഇതാണ് ടെർമിനൽസ്. വാട്ട് ഈസ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്? ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്ത് പറയൂ. സോ ഇവിടെ എന്താ വ്യത്യാസം? ഇവിടെ വ്യത്യാസം 2.4. കാർത്തികിന് 2.4 ആൻസർ കിട്ടിയ? ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടുപേര് 2.4 ആൻസർ പറയുന്നുണ്ട്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് 2.4. അത് 2.4 ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ 1 ഓമും ഈ കാണുന്ന 1 ohm and 3 ohm they are parallel, and ഈ കാണുന്ന 2 ohm and 4 ohm അത് പാരലൽ ആണ്, അത് സീരീസ് ആണ്. ഓക്കെ, സോ 1 into 3 by 1 plus 3 പ്ലസ് അത് സീരീസ് ആയിട്ട് 2 into 4 by 2 plus 4. സോ 1 into 3 by 1 plus 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 by 4 plus 2 into 4 8 by 2 plus 4 6 which is 4 by 3. ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ടാവും. It's 9 plus 16 by 12 which is 25 by 12. 25 by 12. It's not even 2.2. അത് 2.2 അല്ല. നിങ്ങൾ എന്തിനാണ് ഇത് ഡെസിമലിലേക്ക് മാറ്റുന്നത്? മറ്റേത് ഓക്കെ 21/10 ആയിരുന്നു, അത് നിങ്ങൾ 2.1 എന്ന് പറഞ്ഞു, നോ പ്രോബ്ലം. എന്നാൽ 25/12 നിങ്ങൾ എന്തിനാണ് ഡെസിമലിലേക്ക് മാറ്റുന്നത്? ഇറ്റ്സ് 25/12. ഇറ്റ്സ് നോട്ട് ഈവൻ 2.1. 2.1 2.2 ഒന്നും അല്ല. ഓക്കെ, ഇറ്റ്സ് 25/12. അല്ലെങ്കിൽ 1-2 ഡെസിമലും കൂടെ വരും. ഇറ്റ്സ് നോട്ട് 2.2, ഇറ്റ്സ് 25. ഐ മീൻ ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം 2.2. യാ, ഓക്കെ. സോ ഈ രണ്ട് കേസും നിങ്ങൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ I'll add a new page. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ .08. ആയിഷ മിൻഷ ഒന്നും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് മതി മക്കളെ. നിങ്ങൾ 25/12 എന്ന് പറഞ്ഞാൽ പോരെ? ഓക്കെ, 1 ohm, 2 ohm, 3 ohm, 4 ohm and 5 ohm. ഒരു റെസിസ്റ്ററും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. This is between A and B. Okay, find the effective resistance. അതിന്റെ effective resistance കാൽക്കുലേറ്റ് ചെയ്യൂ. ഇന്നത്തെ ക്ലാസ്സിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണിത്. അതിന്റെ effective resistance കാൽക്കുലേറ്റ് ചെയ്യൂ. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ്. 21/10. ഷിഫാൻ എത്ര പെട്ടെന്ന് ആൻസർ കിട്ടിയോ? 21/10 നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തില്ലേ? 21/10 അത് തന്നെയാണോ ഇത്? നേരത്തെ ആദ്യം പറഞ്ഞ അതേ സർക്യൂട്ട് ആണോ ഇത്? 39/12. ഓക്കെ, 39/12. സോ ഞാനിവിടെ എനിക്ക് നിങ്ങൾ അയച്ചു തന്ന ആൻസേഴ്സ് ഞാനിവിടെ എഴുതി വെക്കാം. 21/10, 39/12. ഓക്കെ, വേറെ 39/12 ഡിലീറ്റ് ചെയ്തു പോയി. ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. നിങ്ങൾ പറഞ്ഞ ആൻസർ ഇൻകറക്റ്റ് ആണെന്നുള്ളത് ഒരിക്കലും ഒരു പ്രശ്നമായിട്ട് കാണേണ്ടതില്ല. നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കുന്നതല്ലേ. യെസ് കാർത്തിക്. എനി അതർ ആൻസേഴ്സ്? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ പറയാനുണ്ടോ? .74/11. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു. 74/11. ഓക്കെ, ഫൈൻ. വാട്ട് എൽസ്? എനിവൺ എൽസ്?
കൂടുതൽ സമയം വേണോ? (20/3). ഓക്കെ, 4 ഓപ്ഷൻ ഫിൽ ആയിട്ടുണ്ട്. സോ നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. നൗ നിങ്ങൾ ഈ പറഞ്ഞ ആൻസേഴ്സ് ഒന്നും കറക്റ്റ് ആകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനത് വർക്കൗട്ട് ചെയ്ത് നോക്കിയിട്ടില്ല. ഇതിൽ നിങ്ങൾ ആരെങ്കിലും ഡിഡ് എനി ഓഫ് യു യൂസ് കിർച്ചോഫ് റൂൾസ്? ഇതിൽ ആരെങ്കിലും കിർച്ചോഫ് റൂൾസ് യൂസ് ചെയ്തോ? നിങ്ങൾ പ്രോബ്ലം സോൾവ് ചെയ്ത ആരെങ്കിലും കിർച്ചോഫ് റൂൾസ് യൂസ് ചെയ്തോ? ഈ ആൻസേഴ്സ് പറഞ്ഞ ആരെങ്കിലും? യെസ് ഓർ നോ? കിർച്ചോഫ് റൂൾസ്, കിർച്ചോഫ് വോൾട്ടേജ് റൂൾ നിങ്ങൾ യൂസ് ചെയ്തോ ഇല്ലേ? യെസ് ഓർ നോ? മറുപടി പറയൂ പെട്ടെന്ന്. ആരെങ്കിലും കിർച്ചോഫ് റൂൾസ് യൂസ് ചെയ്തോ? ഇല്ല. ഷഹീൽ പറയുന്നു ഇല്ല, യൂസ് ചെയ്തിട്ടില്ല. ദെൻ ഐ എം പ്രെറ്റി ഷുവർ ആ കിട്ടിയ ആൻസർ റോങ് ആയിരിക്കും. അപ്പൊ ഇനി നല്ലപോലെ ഇവിടെ ശ്രദ്ധിച്ചേ. ഇതിൽ നിങ്ങൾ എങ്ങനെ സീരീസും പാരലലും ഐഡന്റിഫൈ ചെയ്തു? ഇതില് എവിടെ സീരീസും പാരലലും? ഈ കാണുന്ന 1 ഓമും 2 ഓമും സീരീസ് ആണോ? 1 ഓമും 2 ഓമും സീരീസ് ആണോ? ഈ കാണുന്ന 3 ഓം 4 ഓം സീരീസ് ആണോ? അതിന്റെ ഇടയിൽ ബ്രാഞ്ചിങ് ഇല്ലേ 5 ഓമിന്റെ? പോട്ടെ. ഈ കാണുന്ന 3 ഓമും 1 ഓമും നമുക്ക് പാരലൽ ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഈ കാണുന്ന രണ്ടെണ്ണം പാരലൽ ആണോ? ഈ കാണുന്ന 2 ഓം 4 ഓം പാരലൽ ആണോ? ഇതൊന്നും പാരലലോ സീരീസോ അല്ല. ഓക്കെ, സോ ഇതൊന്നും പാരലൽ ഓർ സീരീസ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ച സീരീസ് പാരലൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഇവിടെ ആപ്ലിക്കബിൾ അല്ല, അല്ലെങ്കിൽ അത് വഴിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ട്, റെസിസ്റ്റൻസ് വാല്യൂസ് ഒക്കെ തന്നിട്ടുള്ള ഒരു സർക്യൂട്ട് ആണെങ്കിൽ അത് സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റേണ്ടതല്ലേ? അത് പറ്റും. ഫണ്ടമെന്റൽ റിലേഷൻസ് ആയ കൺസർവേഷൻ ഓഫ് ചാർജും കൺസർവേഷൻ ഓഫ് എനർജിയും ഉപയോഗിക്കുകയാണെങ്കിൽ യു ക്യാൻ സോൾവ് ദിസ്. അതാണ് ബേസിക്കലി കിർച്ചോഫ് റൂൾസ്. സോ ഞാനിന്നിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന പോയിന്റ്, നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കാണുന്ന, കറണ്ട് ഇലക്ട്രിസിറ്റി ഒരു എൻട്രൻസ് ഓർ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നല്ല, പകരം കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ കാണുന്ന സർക്യൂട്ടുകളിൽ വെറൈറ്റി അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സർക്യൂട്ടുകളിൽ സിമ്പിൾ സർക്യൂട്ടുകളാണ് നമുക്ക് സീരീസ് അല്ലെങ്കിൽ പാരലൽ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാത്ത ഒരുപാട് സർക്യൂട്ടുകളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ടുകളുടെ സെറ്റിലെ ഒരു സബ്സെറ്റ് മാത്രമാണ്. മാത്തമാറ്റിക്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം, സർക്യൂട്ടുകളുടെ ലോകത്തുള്ള മുഴുവൻ സർക്യൂട്ടുകളുടെ ഒരു സെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലെ വളരെ ചെറിയ ഒരു സബ്സെറ്റ് ആണ് സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടുകൾ. അതല്ലാത്ത സർക്യൂട്ടുകൾ സോൾവ് ചെയ്യാൻ നമുക്ക് കിർച്ചോഫ് റൂൾസ് ഉപയോഗിച്ചേ പറ്റൂ. നൗ കിർച്ചോഫ് റൂൾസ് നമ്മൾ പഠിക്കണം, പക്ഷേ ഒരിക്കലും ഒരു എൻട്രൻസ് എക്സാമിൽ കിർച്ചോഫ് ജംഗ്ഷൻ റൂളൊക്കെ ലൂപ്പ് റൂൾ ഉപയോഗിച്ച് ഒരു സർക്യൂട്ട് സോൾവ് ചെയ്യുക എന്നത് ടൈമിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ അതിന് പരമാവധി ഡിഫറെന്റ് മെത്തേഡുകൾ നിങ്ങൾ നോക്കണം. അതിലൊന്നാണ് സിമ്മട്രി. ഓക്കെ, മറ്റൊന്ന് ഈ കാണുന്ന സർക്യൂട്ടിന്റെ ഡിസൈൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ആ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ നമ്മൾ എപ്പോഴും ഇത് ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് 1 ohm 3 ohm which is 1/3, മറ്റേത് 2 4 2/4, 1/3 and 2/4, they are not equal. അത് ഈക്വൽ അല്ല എന്ന് വെച്ചാൽ ദിസ് ഇസ് നോട്ട് എ ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആയിരുന്നുവെങ്കിൽ നമുക്ക് ഈ 5 ohm ഇവിടെ നിന്ന് ഒഴിവാക്കാമായിരുന്നു. അങ്ങനെ ഒഴിവാക്കിയാൽ നമുക്കുള്ള സൗകര്യം എന്താ? അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് സീരീസ് പാരലൽ കോമ്പിനേഷന്റെ റിസൾട്ടുകൾ ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അപ്പൊ എന്തിനാ എപ്പോഴും നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്? അത് ചെക്ക് ചെയ്ത് അതിന്റെ നടുക്കുള്ള ബ്രിഡ്ജ് അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സീരീസ് പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യാൻ പറ്റും എന്നതുകൊണ്ടാണ്. ഓക്കെ, ബാലൻസ്ഡ് അല്ലാത്ത വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമുക്ക് എപ്പോഴും ഒരു തലവേദനയാണ് എൻട്രൻസ് എക്സാമിൽ. അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ ഐ വിൽ റെക്കമെൻഡ് യു ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക്, തൊട്ടടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക എന്നുള്ളതാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത്. കാരണം കിർച്ചോഫ് വോൾട്ടേജ് റൂൾ അപ്ലൈ ചെയ്തൊരു പ്രോബ്ലം, കാരണം ഇതാണ് ഒരു കാര്യം കൂടെ പറയാം, ഇതാണ് കിർച്ചോഫ് റൂൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഏറ്റവും ചെറിയ സർക്യൂട്ട്.
5 റെസിസ്റ്റേഴ്സ് ഉള്ള 4 ആണെങ്കിൽ നമുക്ക് സീരീസ് പാരലൽ കോമ്പിനേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന സർക്യൂട്ടുകളെ 4 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 5 റെസിസ്റ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സീരീസ് പാരലൽ കോമ്പിനേഷൻ ഉപയോഗിക്കാൻ പറ്റാത്ത സർക്യൂട്ടാണിത്. ഇത് സോൾവ് ചെയ്യണമെങ്കിൽ വി നീഡ് 3 ഇക്വേഷൻസ് ആൻഡ് 3 വേരിയബിൾ. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം. നമ്മൾ എത്ര ഫാസ്റ്റ് ആയിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും അത് എൻട്രൻസ് എക്സാമിന്റെ 1 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റ് സമയത്തൊന്നും സോൾവ് ചെയ്തെടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്ത് അതേ എക്സാക്ട് സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കണം ഫൈനൽ ആൻസർ നമുക്ക് അറിയാവുന്നത്. അതല്ലാതെ ഒരു പുതിയ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, പുതിയ നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്തെടുക്കുക നടക്കുന്ന കാര്യമല്ല. യു ഹാവ് ടു മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ എൻട്രൻസ് എക്സാമിൽ ചിലപ്പോഴെങ്കിലും ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക എന്നതും ഒരു സ്ട്രാറ്റജിയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബോർഡ് എക്സാമിന് മാർക്ക് കുറഞ്ഞ ക്വസ്റ്റ്യൻസും ഉണ്ട്, മാർക്ക് കൂടിയ ക്വസ്റ്റ്യൻസും ഉണ്ട്. ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനനുസരിച്ച് മാർക്കിലും വ്യത്യാസം കാണും. എൻട്രൻസ് എക്സാമിന് ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ശരിയാണ്. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കാണ്. ജെഇ അഡ്വാൻസിന്റെ കേസ് അല്ല ഞാൻ പറയുന്നത്. ജെഇ അഡ്വാൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിന് ഡിഫറെന്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് മാർക്കിലും വ്യത്യാസം ഉണ്ടാവും. അതേസമയം നീറ്റ്, കീം, ജെഇ പോലുള്ള എക്സാംസിന് എല്ലാ ക്വസ്റ്റ്യൻസിനും ഒരേ മാർക്കാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ടൈം കൺസ്യൂം ചെയ്യുന്ന ടഫായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യന്റെ മുകളിൽ സമയം കളയേണ്ടതില്ല. നമ്മളെപ്പോഴും അതിലേറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആദ്യം കവർ ചെയ്തതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ മാത്രമേ ലെങ്തി ക്വസ്റ്റ്യൻസിലേക്ക് വരേണ്ടതുള്ളൂ. സോ ഫൈനലി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കിർച്ചോഫ് റൂൾസ് ഓൺവേർഡ്സ്, കിർച്ചോഫ് റൂൾസ് ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഓൺവേർഡ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. കിർച്ചോഫ് റൂൾസിന്റെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കുക, ബട്ട് എൻട്രൻസ് എക്സാമിൽ കിർച്ചോഫ് റൂൾസ് ഒഴിവാക്കുക എന്നതാണ്. കാർത്തികിന്റെ ക്വസ്റ്റ്യൻ, ഹൗ ടു ഫേസ് ജെഇ എക്സാംസ് ആസ് എ നീറ്റ് ആസ്പിരന്റ്. നീറ്റ് ആസ്പിരന്റ് ആണെങ്കിൽ ഫസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തിന് ജെഇ എക്സാം എഴുതണം? ഒന്ന്. ഇനി അതല്ല, എൻട്രൻസ് എക്സാം എഴുതിയുള്ള ഒരു പ്രാക്ടീസിന് വേണ്ടി ജെഇ എക്സാം എഴുതുകയാണെങ്കിൽ സ്ട്രാറ്റജി കോമൺ ആണ് പലതിലും. സിമ്പിൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാം. നീറ്റ് ആസ്പിരന്റ് ആകുമ്പോൾ പ്രോബബ്ലി മാത്തമാറ്റിക്സിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. സോ സ്വാഭാവികമായിട്ടും കോൺസെൻട്രേറ്റ് ഓൺ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, ബട്ട് മാത്തമാറ്റിക്സിന് ചിലപ്പോൾ കട്ട് ഓഫ് ഒക്കെ വേണ്ടി വരും. സോ കുറച്ച് 2-3 കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3-4 ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സിൽ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് ഒരു നീറ്റ് ആസ്പിരന്റ് ആയിട്ട് ജെഇക്ക് എക്സാം എഴുതുന്ന ആളോട് പറയാനുള്ളത്. ഇനി അറ്റ് പ്രസന്റ് ജെഇ താല്പര്യമുള്ള ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഫിസിക്സിലെ മോഡേൺ ഫിസിക്സ് പോലുള്ള ടോപ്പിക്കുകൾ, കെമിസ്ട്രിയിലെ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി പോലുള്ള ടോപ്പിക്സുകൾ പ്രത്യേകം പഠിക്കുക. നീറ്റ് ആസ്പിരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ സിലബസ് വന്നതിനനുസരിച്ച് കൃത്യമായി ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് എല്ലാ ടോപ്പിക്കുകളും പഠിച്ചേ പറ്റും. ജെഇ ഒരു ലോ സ്കോറിംഗ് എക്സാമാണ്. ജെഇ ഒരു ലോ സ്കോറിംഗ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാർക്ക്, ഒരു 50% മാർക്ക് കിട്ടിയാൽ നല്ല അത്യാവശ്യം തിരക്കിടില്ലാത്ത റാങ്ക് കിട്ടും. ഒരു 150 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ നല്ല പെർസെൻറ്റേജിലൊക്കെ വരും. എന്നാൽ നീറ്റിന് ഒരു 50% മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഒന്നും ആവില്ല. 720-ൽ നിങ്ങളൊരു 360 മാർക്സ് ആണ് വാക്കുന്നത്, ഒന്നും ആവില്ല. ഈവൻ 500 മാർക്ക് പോലും എവിടെയും അഡ്മിഷന് ഒരു വാലിഡ് അല്ലാത്തൊരു അവസ്ഥയിലാണുള്ളത്. സോ നീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ടോപ്പിക്സും കൃത്യമായിട്ട് അറിയണം. ബട്ട് ഒരുപാട് ഡെപ്തിലേക്ക്, ഒരുപാട് ഹയർ ലെവൽ ക്വസ്റ്റ്യനിലേക്ക് പോകേണ്ടതില്ല. നീറ്റ് എക്സാമിന് എക്സാം മനസ്സിലാക്കി അതിന്റെ ക്വസ്റ്റ്യൻസിന്റെ ലെവൽ മനസ്സിലാക്കിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് വേണ്ടത്. ഓക്കെ, സോ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് ഓറിയന്റഡ് നീറ്റ് റിവിഷൻ ബാച്ച് വേഗ, അതിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഒരു ഫസ്റ്റ് പാർട്ടാണ് കംപ്ലീറ്റ് ചെയ്തത്. ഈ റിവിഷൻ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാൻ ബേസിക്കലി ഒരു 2 months സമയം കൊണ്ട് പ്ലസ് ടുവിന്റെ എൻട്രൻസ് ഓറിയന്റഡ് റിവിഷൻ ക്ലാസ്സസ് ഫിനിഷ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ബോർഡ് എക്സാം വരുന്ന സമയത്ത് ബോർഡ് എക്സാമിനുള്ള എല്ലാ അസിസ്റ്റൻസും, ബോർഡ് എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ ലാബ് എക്സാമിന്റെ സമയത്ത് വൈവ ക്വസ്റ്റ്യൻസ് പോലുള്ള സാധനങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ അസിസ്റ്റൻസ് ഉണ്ടാകും. ബോർഡ് എക്സാം കഴിഞ്ഞ ശേഷം നീറ്റിന്റെ മുന്നേ ആയിട്ട് +1 ടോപ്പിക്സിന്റെ റിവിഷനും ചാപ്റ്റേഴ്സിന്റെ റിവിഷനും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾക്ക് വീക്ക്ലി യൂണിറ്റ് ടെസ്റ്റുകൾ ഉണ്ടാകും, മന്ത്ലി മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാകും. ഫൈനലി ഏപ്രിൽ സമയത്ത് ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസുകൾ ഓഫ്ലൈൻ ആയിട്ട് ഇവിടെ വന്ന് അറ്റൻഡ് ചെയ്യാം. ഇതെല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട്, നിങ്ങൾക്കൊരു പ്രോപ്പർ റിവിഷൻ പ്ലാൻ ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഷെയർ ചെയ്യുക. ഈ ഇൻഫർമേഷൻ, നമ്മൾ ഈ ക്ലാസ്സസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്ക് നോട്ട്സ്, നമ്മൾ ടെക്നിക്കൽ ഇഷ്യൂ കാരണമാണ് ഈ ഒരു ഫസ്റ്റ് വീക്കിലെ നോട്ട്സ് നമ്മൾ ഒരു വിത്തിൻ 1 or 2 days നമ്മൾ നോട്ട്സ് ഷെയർ ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഓൺവേർഡ്സ് നോട്ട്സ് ഓരോ ദിവസം തന്നെ ഷെയർ ചെയ്യും. ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങൾ വിത്തിൻ 1 or 2 days നമുക്ക് ഈ വീക്കിലുള്ള ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ഈ ക്ലാസ്സസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തും നിങ്ങളുടെ ഫാമിലിയിലുള്ള ഫ്രണ്ട്സിന്റെ അടുത്തും ഒക്കെ +2-ലുള്ള സ്റ്റുഡൻസിന്റെ അടുത്ത് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ യൂണിവേഴ്സലിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്.
നമ്മുടെ ക്ലാസ്സസിൻ്റെ കാര്യത്തിലോ മറ്റെന്തെങ്കിലും ഇൻഫർമേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് വീക്കിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എടുക്കുമോ? നെക്സ്റ്റ് വീക്കിൽ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ആയിട്ടില്ല. സോ വിത്തിൻ 1 or 2 weeks നമ്മൾ മാഗ്നറ്റിസം മാറ്ററിലേക്ക് എത്തും. കാരണം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുക്കാനുണ്ട്, കറണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് മൂവിങ് ചാർജസ് കഴിഞ്ഞല്ലേ മാഗ്നറ്റിസം. സോ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത വീക്കിൽ നമ്മൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എടുക്കും. സോ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. അതിൽ തന്നെ എർത്ത് മാഗ്നറ്റിസം എന്ന് പറയുന്ന കുറച്ചൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗം അത് നമ്മൾ ടോപ്പിക് നിന്ന് ഡിലീറ്റ് ആയി പോകുന്നുണ്ട്. പിന്നെ ചോദിക്കുന്നത് ജെഇ വേറെ ചാനലാണോ? ജെഇയുടെ ക്ലാസ്സസ് നമ്മൾ ഇപ്പോൾ യൂട്യൂബിലുള്ളതുപോലെ ജെഇയുടെ ക്ലാസ്സസ് നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ജെഇയുടെ ക്ലാസ്സസ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്, കാരണം ജെഇയുടെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി ആകുമ്പോഴേക്ക് ജെഇ എക്സാം ആയി ഒരു 2 months മാത്രമേ നമുക്ക് 2 months മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. സോ ആ സമയം കൊണ്ട് നമുക്ക് ജെഇ ക്ലാസ്സസ് ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ജെഇ ക്ലാസ്സസ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് മാത്രമേ ഉള്ളൂ. നമ്മളിങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ആയിട്ടില്ല. ഓക്കെ, അഭിജയ് എക്സാമിന്റെ നെക്സ്റ്റ് ടോപ്പിക് ആണ്. ഓക്കെ, ക്ലാസ് എടുത്തിട്ടുണ്ടല്ലോ, അതിൽ പഠിച്ചോളൂ. നമുക്ക് എക്സാം കഴിഞ്ഞ ശേഷം റിവിഷൻ നടത്താം, നോ പ്രോബ്ലം. കാരണം എക്സാം ഫൈനലി നീറ്റ് അല്ലേ, അപ്പോഴേക്കും നമ്മൾ എന്തായാലും ക്യാച്ചപ്പ് ചെയ്യും. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. സോ ഇഫ് ദാറ്റ്സ് ഓൾ, സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്, ഐ മീൻ ടുമോറോ ഹോപ്പ്ഫുള്ളി. നമ്മൾ കറണ്ട് എക്സെറ്റിന്റെ പാർട്ട് 2, നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, അതുപോലെ തന്നെ കിർച്ചോഫ് റൂൾസ് നമ്മൾ അപ്ലൈ ചെയ്യില്ല, എന്തുകൊണ്ട് കിർച്ചോഫ് റൂൾ അപ്ലൈ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ക്ലാസ്സസ് നാളെ ഉണ്ടാകും ഇതേ സമയം. ദാറ്റ്സ് ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.